പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ മനോഹരമായ സന്ധ്യാസമയത്ത്, ഈ മനോഹരമായ സ്ഥലത്ത് ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാധുര്യമേറിയ തിരുവചനങ്ങളെ പകുത്തുവയ്ക്കുവാൻ നമ്മെ കൂട്ടിവരുത്തിയ നല്ലവനും വല്ലഭനുമായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. തുടർച്ചയായ പല വർഷങ്ങളായി ഈ ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ കൺവെൻഷനിൽ കർത്താവിന്റെ വചനത്തെ സാക്ഷിക്കുവാൻ ദൈവം ഭാഗ്യം തരുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ വർഷത്തെ സ്റ്റേജ് കുറെ മുകളിലാണ്, അതുകൊണ്ട് ആളുകൾ പാതാളത്തിലും ഞാൻ സ്വർഗത്തിലുമാണ് എന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുകയാണ്. ദൈവമക്കളെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. 8:45 വരെയുള്ള സമയം ദൈവത്തിന്റെ വിലപ്പെട്ട തിരുവചനത്തിൽ നിന്ന് നിങ്ങളോടുകൂടെ പഠിക്കുവാനാണ് കൊതിക്കുന്നത്. ഇന്ന് രാത്രികാലത്തെ പഠനത്തിന് വിഷയമാകുവാൻ ഒരു വേദഭാഗം വായിക്കുകയാണ്. വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനമാണ് വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോസ്തലൻ കൊരിന്ത് സഭയിലെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. ചില നിമിഷങ്ങൾ കൂടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഏഴകളാകുന്ന മക്കളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കരുണാസമ്പൂർണനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹര സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാണപ്രിയ, ഞങ്ങളാരും യോഗ്യതയാൽ ഈ സമയത്ത് ഇവിടെ വന്നതല്ല. കൃപയാൽ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങളെ കൊണ്ടുവന്ന കർത്താവെ, നിനക്ക് വലിയ പദ്ധതികളുണ്ടല്ലോ. ഞങ്ങളോട് ആഴമായും ശക്തമായും തീവ്രമായും സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലെ പഠനത്തിന് വിഷയമാകുവാൻ തിരുവചനത്തിൽ നിന്ന് വായിക്കപ്പെട്ട വേദഭാഗത്തെ വാഴ്ത്തപ്പെട്ട തൃക്കരങ്ങളിൽ വച്ചു തരുന്നു. വാഴ്ത്തി നുറുക്കി വിളമ്പേണമേ. നിന്റെ കുഞ്ഞുങ്ങൾ വിശപ്പോടും ദാഹത്തോടും പാതാന്തികത്തിൽ വന്നിരിക്കുന്നു തമ്പുരാനെ. ഇത് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, പിന്നെയോ ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും തന്നെ. വന്നിട്ടുള്ളവരാരും വന്നതുപോലെ മടങ്ങരുത് കർത്താവേ. ഇരിക്കുന്നവരാരും ഇരുന്നതുപോലെ എഴുന്നേൽക്കരുത് കർത്താവേ. ഇവിടെ വന്നവരാരും വന്ന വഴിയെ മടങ്ങരുത് ദൈവമേ. എല്ലാ ഉള്ളങ്ങളോടും ആഴമായി കർത്താവ് ഇടപെടുമാറാകണമേ. ഞങ്ങളുടെ ശിരസിന് മുകളിൽ ഇപ്പോൾ സ്വർഗം തുറന്ന് വച്ചിരിക്കണമേ. ദൂതന്മാർ ഊരിപ്പിടിച്ച തിരിയുന്ന അഗ്നിവാളുമായി ഇവിടെ ഇറങ്ങി ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ. ഈ രാത്രി ഇവിടെ പരിശുദ്ധാത്മാവ് പരിമഞ്ഞായി പെയ്യണമേ, കൊടുങ്കാറ്റായി വീശണമേ. വചനം തീമഴ പോലെ കത്തി ഇറങ്ങണമേ. തിരുകൃപ ആസ്വദിക്കാതെ ആരും പിരിഞ്ഞു പോകരുത്. ദൂരത്തും ചാരത്തും നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് കടാക്ഷിക്കണമേ. നിന്റെ ബലഹീനദാസൻ അശക്തനല്ലോ കർത്താവെ, അടിയനെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. തിരുഹിതം മാത്രം പങ്കുവയ്ക്കുവാൻ, തിരുഹിതം മുഴുവനും വെളിപ്പെടുത്തുവാൻ ശക്തനാക്കണമേ. ഞങ്ങളെ മുറ്റുമായി പാദപീഠ അർപ്പണം ചെയ്യുന്നു പ്രാണപ്രിയ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, കൊരിന്ത് സഭയിലെ വിശ്വാസികളെ പൗലോസ്ലീഹ സംബോധന ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വാത്സല്യത്തിന്റെ ശബ്ദമാണ് അപ്പോസ്തലന്റെ നാവിൽ നിന്ന് ഉതിരുന്നത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ഒരു കാര്യം ചെയ്തേ മതിയാകൂ. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോസ്തലൻ ശക്തമായി സഭയെ സ്വാധീനിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന്
2006 12 മാസം 3 ഞായറാഴ്ചയുടെ സന്ധ്യാസമയത്ത് ഈ സ്റ്റേഡിയത്തിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വിലപ്പെട്ട വചനത്തിന് കാതോർക്കുവാൻ കടന്നു വന്ന ജനതയെ നോക്കി അപ്പസ്തലനായ പൗലോസിന് പറയുവാനുള്ളത് മറ്റൊന്നുമല്ല, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പസ്തോലൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ആഴം എന്താണ്? നമ്മൾ ആരാണ്? നമുക്കുള്ള വാഗ്ദത്തങ്ങൾ എന്താണ്? ഇന്ന് രാത്രി നമ്മളത് തേടാൻ പോവുകയാണ്. നമ്മൾ ആരാണ്? നമുക്കുള്ള വാഗ്ദത്തങ്ങൾ എന്താണ്? ഇതറിഞ്ഞിട്ട് വേണമല്ലോ നമ്മളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയിൽ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ പരിശോധിക്കേണ്ട ആഴമേറിയ ചിന്ത, നമ്മൾ ആരാണ്? നമുക്കുള്ള വാഗ്ദത്തങ്ങൾ എന്താണ്? ദൈവമക്കളെ അതറിയുവാൻ ഇതിന്റെ മുകളിലുള്ള അധ്യായത്തിലെ ചില വാക്യങ്ങൾ പരിശോധിക്കണം. സത്യത്തിലെ 7-ാം അധ്യായത്തിലെ 1-ാം വാക്യം 6-ാം അധ്യായത്തിൽ പെടുത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്ന ഒരു ചിന്തയുടെ കൺക്ലൂഷനാണ് 7-ാം അധ്യായത്തിലെ പ്രഥമ വാക്യം. 6-ാം അധ്യായത്തിൽ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? നമ്മൾ ആരാണെന്നും നമുക്കുള്ള വാഗ്ദത്തങ്ങൾ എന്താണെന്നും ഈ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അനുസ്മരിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലാപ്പിണ കൂടരുത്. ഇണയല്ലാപ്പിണ എന്ന വാക്ക് ഒരുപക്ഷെ എല്ലാവർക്കും വേണ്ടവണ്ണം പരിചയം കാണണമെന്നില്ല. ചേരാൻ പാടില്ലാത്തത് തമ്മിൽ ചേരുന്ന പ്രവർത്തിക്കാണ് ഇണയല്ലാപ്പിണ എന്ന് പറയുന്നത്. ഈ ലോകത്ത് ചേരാൻ പാടില്ലാത്തത് ചേരുന്നതായി അപ്പോസ്തലൻ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയുവാൻ ഇടവന്നത്. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന്റെ പേരാണ് ഇണയല്ലാപ്പിണ എന്ന് പറയുന്നത്. മനസ്സിലാകാൻ ഉദാഹരണം പറഞ്ഞാൽ, മണ്ണെണ്ണയിൽ പാലിൽ വെള്ളം ചേർത്താൽ അത് ആരും ഒരുപക്ഷെ കണ്ടുപിടിക്കപ്പെടില്ല. പാലിൽ വെള്ളം ചേർത്തത് കൊണ്ട് പാൽ ഉപയോഗശൂന്യമാകുന്നില്ല, വെള്ളവും ഉപയോഗശൂന്യമാകുന്നില്ല. എന്നാൽ പാലിൽ മണ്ണെണ്ണ ചേർത്താൽ അത് തമ്മിൽ ചേരുകയില്ല. ആ പാൽ ഉപയോഗശൂന്യമായി പോകും, അത് കുടിക്കാൻ കൊള്ളില്ല. ഈ മണ്ണെണ്ണ ഉപയോഗശൂന്യമായി പോകും, അത് കത്തിക്കാനും കൊള്ളില്ല. ചേരാൻ പാടില്ലാത്തത് തമ്മിൽ ചേർന്നാൽ രണ്ടും ഉപയോഗശൂന്യമായി പോകും. ഇവിടെ പാലിനാണ് ഏറ്റവും കൂടുതൽ ക്ഷതം സംഭവിക്കുന്നത്. അത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തതായി മാറുന്നു. ചേരാൻ പാടില്ലാത്തത് തമ്മിൽ ചേരുന്ന പ്രക്രിയയ്ക്കാണ് ഇണയല്ലാപ്പിണ എന്ന് പറയുന്നത്. അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ വിശ്വാസികൾ അവിശ്വാസികളുമായി ഇണയല്ലാപ്പിണ കൂടരുത്. ചേരരുതാത്തത് തമ്മിൽ ചേർന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രിയരെ, ഈ തലമുറയിൽ പലരും അത് വേണ്ടവണ്ണം പഠിച്ചിട്ടില്ല എന്ന് അച്ഛന് തോന്നുകയാണ്. ആധുനിക തലമുറയിലെ കുട്ടികൾക്ക് ആഹ്ലാദം കയറുകയാണ്. തമ്മിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആകർഷണം. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും അവർ നോക്കുന്നില്ല. ചേരേണ്ടതാണോ എന്നവർ തേടുന്നില്ല. പെട്ടെന്ന് ഇഷ്ടം കൂടുന്നു, ഇഷ്ടം മുറുകുന്നു. അപ്പനും അമ്മയും ഔട്ടാകുന്നു. മക്കൾ അവരുടെ കാര്യം നടത്തിയെടുക്കുന്നു. ചേരാൻ പാടില്ലാത്തത് തമ്മിൽ ചേർന്നതിന്റെ സങ്കീർണത പിന്നെയാണ് അവർ അനുഭവിക്കുന്നത്. ഈ സങ്കീർണത ആയുസ് പര്യന്തം അവരെ വേട്ടപ്പട്ടിയെ പോലെ പിന്തുടരുന്നു. അവർ കണ്ണുനീരും കയ്യുമായി അനേക ധ്യാന കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്ററുകളിലേക്കോ ഓടുന്നു. ഒന്നും ഫലിക്കാതെ വരുമ്പോൾ ഡൈവോഴ്സ് ചെയ്യുന്നു, പിരിയുന്നു. വീണ്ടും പഴയ മാതാപിതാക്കളുടെ പടി കയറി ചെന്ന് മാപ്പിരക്കുന്നു. അവർ ഒന്നും മിണ്ടാതെ കുത്തിയിരിക്കുന്നു. ഇതൊന്ന് സർവ്വസാധാരണമായി പോയ ഒരു സംഗതിയാണ്. പറയുന്നതിന്റെ പൊരുൾ നിങ്ങൾ അറിയുന്നുണ്ടാകാം. ദൈവം ചിലത് ചേരാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവ പദ്ധതി പ്രകാരം ചേരേണ്ടത് മാത്രമേ തമ്മിൽ ചേരാവൂ. ചേരാൻ പാടില്ലാത്തത് തമ്മിൽ ചേർന്നാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ അവിശ്വാസികളുമായി ഇണയല്ലാപ്പിണ കൂടരുത് എന്ന്. എന്നിട്ട് അപ്പോസ്തലൻ അതിന് അടിവരയിടുവാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ താഴെ കുറിക്കുകയാണ്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്താണ് ചേർച്ച? നീതിയും അധർമ്മവും തമ്മിൽ ചേർന്നു പോകുമോ? നീതി ഉള്ളിടത്ത് അധർമ്മത്തിനിടമില്ല, അധർമ്മമുള്ളിടത്ത് നീതിക്കിടമില്ല. നീതിയും അധർമ്മവും ഒരു മനുഷ്യനിൽ സമ്മേളിക്കയില്ല. നീതിമാനായ ഒരു മനുഷ്യനിൽ അധാർമികത പുറപ്പെടില്ല. അധാർമികതയുള്ളൊരു മനുഷ്യനിൽ നീതി പ്രതീക്ഷിക്കേണ്ട. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ ചർച്ചയില്ലാത്തിടത്തോളം ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായി ഓഹരി പാടില്ല എന്നല്ലോ അപ്പോസ്തലൻ പറഞ്ഞതിന്റെ പൊരുൾ.
അതിന്റെ താഴെ അപ്പോസ്തലൻ ചോദിക്കുകയാണ്, വെളിച്ചത്തിന് ഇരുളോട് എന്താണ് കൂട്ടായ്മ? വെളിച്ചവും ഇരുളും തമ്മിൽ ചേരുമോ? വെളിച്ചവും ഇരുളും ഒരുമിച്ച് ഒരു മുറിയിൽ താമസിക്കുമോ? ഇല്ല പ്രിയരെ, വെളിച്ചവും ഇരുളും ബദ്ധശത്രുക്കളാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുൾ ഒരിക്കലും നിലനിൽക്കയില്ല. സ്വയത്തിൽ അസ്തിത്വമില്ലാത്ത ഒന്നാണ് ഇരുട്ട്. ഇരുട്ട് പിശാചിന്റെ പ്രതീകമാണ്. സ്വയത്തിൽ അസ്തിത്വമുള്ള ഒന്നാണ് വെളിച്ചം. വെളിച്ചം ദൈവത്തിന്റെ പ്രതീകമാണ്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഓടി ഒളിക്കുന്നു. ദൈവം വരുമ്പോൾ പിശാച് മാറിപ്പോകുന്നു. എന്നാൽ വെളിച്ചം പോയി എന്ന് കണ്ടാൽ അവിടെ അധികാരം സ്ഥാപിക്കാൻ അസ്തിത്വമില്ലാത്ത ഇരുട്ട് കയറി വരും. ദൈവം ഒരാളിൽ നിന്ന് അന്യനാകുമ്പോഴാണ് പിശാച് കയറി അധികാരം നടത്തുന്നത്. ദൈവമക്കളെ തിരിച്ചറിയാം, ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് ഒരു മുറിയിൽ പകുത്ത് താമസിക്കില്ല. ഇരുള് വെളിച്ചത്തോട് പറയില്ല, മുറിയുടെ പാതി നീ താമസിക്ക, പാതി ഞാൻ താമസിക്കാം. അത് അസാധ്യമാണ്. ഒരിക്കലും ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് ഒരു മുറിയിൽ താമസിക്കയില്ലെങ്കിൽ ഒരു വിശ്വാസി അവിശ്വാസിയോട് ചേരുന്നത് ഒരിക്കലും സാധ്യമല്ല. അതങ്ങനെ സംഭവിക്കാൻ പാടില്ല. ദൈവമക്കൾ, വീണ്ടും അപ്പോസ്തലൻ ഈ വാക്ക് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. ക്രിസ്തുവിനും ബെലയാലിനും തമ്മിൽ എന്താണ് ചർച്ച? ബെലയാൽ എന്ന അപ്പോസ്തലൻ ഉദ്ദേശിച്ചത് പിശാചിനെ കുറിച്ചാണ്. ക്രിസ്തുവും പിശാചും തമ്മിൽ ചേരുമോ? ഒരിക്കലും ചേരുകയില്ല. എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വഹിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നാണ്. പിശാച് അടിമയാക്കി വെച്ചിരിക്കുന്ന പാവപ്പെട്ട ദൈവജനത്തെ അടിമതവും ഒടിച്ച് അമിക്കയർ അഴിച്ച് വിടുവിച്ച് നിത്യപറുദീസായിൽ അവകാശിയാക്കി കൊണ്ടുപോകാനാണ് മശിഹ വന്നത്. തന്റെ അധികാരത്തിന്റെ അമിക്കയർ അറുത്ത് തന്റെ സാമ്രാജ്യം തകർക്കുവാൻ ഇറങ്ങി വന്ന മശിഹായുമായി പിശാച് ഇവിടെ പേര് പറഞ്ഞതായ പിശാച് ഏതെങ്കിലും കോംപ്രമൈസിന് തയ്യാറാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പിശാച് കർത്താവുമായിട്ടൊരു കോംപ്രമൈസിന് തയ്യാറാകില്ല. ഇനി കർത്താവ് പിശാചുമായി ഒരു കോംപ്രമൈസിന് തയ്യാറാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും കർത്താവ് പിശാചുമായി ഒരു കോംപ്രമൈസിന് തയ്യാറാകില്ല. പിശാചും കർത്താവും തമ്മിൽ ഇങ്ങനെ ഒരു ഉടമ്പടി വെക്കുന്നത് ആലോചിക്കാൻ പറ്റുമോ? യേശു ഒരു ദിവസം പിശാചിനോട് പറയുന്നു, സാത്താനെ, നിന്റെ കയ്യിൽ ഇരിക്കുന്നവരൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എന്റെ കയ്യിൽ ഇരിക്കുന്നവരെ ഇനി തുടരുത്. എനിക്കുള്ളവർ എനിക്കും നിനക്കുള്ളവർ നിനക്കും, നമുക്കിവിടെ വെച്ച് പിരിയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കർത്താവ് പറയുമോ? പറയില്ല. പിശാച് അടിമയാക്കി വെച്ചിരിക്കുന്ന സകല മനുഷ്യരെയും അടിമത ഒടിച്ച് വിടുവിക്കുവാനല്ലോ രാജാതിരാജനായവൻ സ്വർഗമഹത്വം വിടിഞ്ഞ് ഈ ഭൂമിയിൽ നരനായി പിറന്ന് കൽവരിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ടത്. ഒരു പാപി പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിച്ച് നിത്യപരദീസായിൽ നിത്യമണവാളന്റെ നിത്യമണവാട്ടിയായി ആനന്ദം അനുഭവിക്കണമെന്നുള്ളതല്ലോ സ്വർഗത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഈ പദ്ധതിക്ക് വിരുദ്ധമായ ഒരു നടപടി കർത്താവ് എടുക്കുമോ? അല്ല, പിശാച് കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുമോ? അല്ലയോ യേശുവേ, നിന്റെ കയ്യിലുള്ളവരൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, ഇനി നിന്റെ ആളുകളെ ഞാൻ തൊടുകയില്ല. ഇപ്പോൾ എന്റെ കയ്യിലുള്ളവരെ ദയവ് ചെയ്ത് എന്റെ അടുത്ത് നിന്ന് പിടിക്കാൻ വരരുത്. എനിക്കുള്ളവർ എനിക്കും നിനക്കുള്ളവർ നിനക്കും, നമുക്ക് പിരിയാം. കർത്താവ് സമ്മതിക്കുമോ? പിശാചിന് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ മനസ്സാകുമോ? ഭൂമിയിലുള്ള അവസാനത്തെ മനുഷ്യനെയും നരകത്തിൽ കൊണ്ടുപോകണമെന്നാണ് പിശാചിന്റെ പദ്ധതി. ഭൂമിയിലുള്ള അവസാനത്തെ മനുഷ്യനെയും സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നാണ് കർത്താവിന്റെ പദ്ധതി. ഇവർ തമ്മിൽ ഒരിക്കലും ചേരുന്ന പ്രശ്നമില്ല. ക്രിസ്തുവും ബെലയാലും തമ്മിൽ പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല. അവർ തമ്മിൽ ഒരു കോംപ്രമൈസ് ടോക്ക് നടക്കുന്ന പ്രശ്നമില്ല. എങ്കിൽ ഒരു വിശ്വാസി അവിശ്വാസിയുമായി സംഗമിക്കാൻ പാടില്ല. ഇത് തത്വത്തിൽ നാം അറിയേണ്ട ആഴമേറിയ ഒരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ. അതിന് താഴെ അപ്പോസ്തലൻ ചോദിക്കുകയാണ്, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് ഓഹരി? അങ്ങനെ ഒരു ഓഹരി പാടില്ലല്ലോ പ്രിയപ്പെട്ടവര്. എന്നിട്ട് അപ്പോസ്തലൻ വീണ്ടും ചോദിക്കുകയാണ്, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ദൈവാലയം ദൈവത്തിന് വസിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വസിക്കുവാനുള്ള ദൈവാലയത്തിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കരുത്. പ്രതിഷ്ഠിച്ചാൽ അത് ദൈവ നിന്ദയാണ്. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്താണ് യോഗ്യത? ഇത് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളല്ലോ. ആമേൻ. യഥാർത്ഥ ദൈവാലയം നമ്മളാണെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഈ വാക്കിന് അടിവരയിട്ടിട്ടാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്താണ് യോഗ്യത? ദൈവാലയം എന്തിന്? ദൈവത്തിന് വാസം കൊള്ളാൻ.
അതിനകത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാമോ? പാടില്ല, തെറ്റാണ്. വിഗ്രഹം എന്ന് പറയുന്നത് എന്തെങ്കിലും വസ്തു കൊണ്ടുണ്ടാക്കിയതായ ഒരു വിഗ്രഹം എന്ന അർത്ഥത്തിലല്ല. ദൈവത്തിന്റെ സ്ഥാനത്ത് സങ്കല്പിക്കപ്പെടുന്നത് എന്തും വിഗ്രഹമാണ്. അത് അപ്പനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും വസ്തുവകകളായാലും ഈ ലോകത്തിന്റെ എന്ത് സമ്പാദ്യമായാലും ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നത് എന്തും ദൈവപദ്ധതി പ്രകാരം വിഗ്രഹമാണ്. പുതിയ നിയമത്തിൽ വിഗ്രഹം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹത്തെ ഉദ്ദേശിച്ചാണ്. ദൈവമക്കളെ, നാം ആരാണെന്ന് ഇപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു. അതാണ് നമ്മൾ ഉത്തരം തേടിയ ഒന്നാമത്തെ ചോദ്യം. നാം ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ആലയങ്ങളല്ലോ. ഹല്ലേലൂയ. ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്സാരരല്ല. അത്യുന്നതങ്ങളിൽ കോടാനുകോടിക്കണക്കിന് മാലാഖമാരുടെ സ്തുതികളിന്മേൽ അധിവസിച്ചിരുന്ന അത്ഭുതവാനായ ദൈവം തമ്പുരാൻ പള്ളി കൊള്ളുന്ന കൊട്ടാരമാണ്. അത്യുന്നതനായ ദൈവം അധിവാസം ചെയ്യുന്ന ആലയമാണ് നീ. സ്തോത്രം. അത്ഭുതകരമായ ഈ അറിവിലേക്ക് ആഴമായി നീ അടുത്തു വരുമ്പോൾ ദൈവമൈതലെ നിന്റെ ഉള്ളം ത്രസിക്കണം. നീ വിലപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അന്ധകാര നിബിഡമായ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് കാലം പോക്കേണ്ട, അവശത അനുഭവിക്കേണ്ട ഒരാളല്ല നീ. അത്ഭുതങ്ങളുടെ ദൈവം അധിവാസം കൊള്ളുന്ന രാജാതിരാജൻ പള്ളി കൊള്ളുന്ന കൊട്ടാരമാണ് നീ. നീ നിന്റെ നിലയും വിലയും അറിഞ്ഞിട്ടുണ്ടോ? സ്ഥാനവും മാനവും അറിഞ്ഞിട്ടുണ്ടോ? വ്യക്തിത്വത്തിന്റെ ആഴം മനനം ചെയ്തിട്ടുണ്ടോ? ലോകത്തിന്റെ ഇമ്പങ്ങളിൽ മുങ്ങി പാപത്തിന് തന്നെ അടിമവച്ച് മദ്യപിച്ചും ലക്കുകെട്ടും പുകവലിച്ചും പൊടിവലിച്ചും വ്യഭിചരിച്ചും ദ്രവ്യാഗ്രഹത്തിൽ മുങ്ങിയും നാട്ടുകാരെ വിഭ്രമിപ്പിച്ചും കാലം പോക്കേണ്ട നീച മനുഷ്യനല്ല നീ. അത്യുന്നതനായ ദൈവത്തിന്റെ അധിവാസ കേന്ദ്രമായ ജീവനുള്ള ദൈവാലയമാണ് നീ. നിന്റെ വില നീ മനസ്സിലാക്കാത്തതെന്റെ ദൈവാലയം. അതൊരു വലിയ തത്വമാണ് പ്രിയപ്പെട്ടവരെ. ഉദാഹരണമായി ഞാൻ കുറുപ്പംപടി വിശുദ്ധ മർത്തമറിയം വലിയ പള്ളി എടുക്കട്ടെ. ഈ പള്ളി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി കഴിപ്പിക്കപ്പെട്ടതാണ്. ഒരു സഹസ്രം പിന്നിട്ടോ എനിക്കറിയില്ല. ദൈവമക്കളെ, ഈ പള്ളി വളരെ മനോഹരമാണ്. കഴിഞ്ഞ നാളില് ഈ മദ്ബഹായിൽ അർപ്പിക്കപ്പെട്ട ഒരു കുർബാന ടെലിവിഷനിലൂടെ കണ്ടപ്പോ പലരും എന്നോട് ചോദിച്ചു, സ്വർഗം തുറന്നിരിക്കും പോലെ മനോഹരമായി തോന്നുന്ന ഈ പള്ളി ഏതാണ്? ഒരുപാട് നേരം ഞാൻ ആലോചിച്ചിട്ടാണ് ഇത് കുറുപ്പംപടി പള്ളിയാണെന്ന് എനിക്ക് പിടികിട്ടിയത്. അത്ര സുന്ദരമാണ് ഈ പള്ളിയുടെ ആരാധനാ സ്ഥലം. ദൈവമക്കളെ, എന്നാൽ അച്ഛൻ നിങ്ങളോട് പറയട്ടെ, കുറുപ്പംപടി വിശുദ്ധ മർത്തമറിയം പള്ളി മനുഷ്യ നിർമ്മിതമാണ്. ഒന്നും തോന്നരുത്, മനുഷ്യ നിർമ്മിതമാണ്. ദൈവകൃപയാൽ അത് മനുഷ്യൻ നിർമ്മിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ പൂർവികരാരൊക്കെയോ കല്ലും മണ്ണും മരവും ഓടുവിട്ടുകയും സിമന്റും മറ്റ് അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് നാളുകൾ നീണ്ടുനിന്ന കായികാധ്വാനത്തിന്റെ ഫലമായി ലോകോത്തര ശില്പികൾ കൂടി നെയ്തെടുത്ത മനുഷ്യന്റെ കൈകൊണ്ട് പണിയപ്പെട്ട മനുഷ്യ നിർമ്മിതമായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ദൈവാലയമാണ് ഈ കാണുന്നത്. ദൈവമക്കളെ, അത് മനുഷ്യ നിർമ്മിതമായ ഒരു ദൈവാലയമാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, അത്യുന്നതനായ ദൈവം സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്നവൻ, അഗ്നിജ്വാലയെ വെല്ലുന്നവൻ, കോടാനുകോടിക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സിനേക്കാൾ കോടാനുകോടിക്കണക്കിന് മടങ്ങ് തേജസ്സുള്ള അത്ഭുതങ്ങളുടെ ദൈവം സ്വന്തമായി കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു ദൈവാലയമുണ്ട്. തനിക്ക് പാർക്കാൻ തമ്പുരാൻ തന്റെ കൈ കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു ദൈവാലയമുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഈ മനുഷ്യൻ. ഹല്ലേലൂയ. മനുഷ്യനിർമ്മിതമായ ദൈവാലയത്തിൽ നമ്മൾ വിശുദ്ധിയോടെ ആരാധനയിൽ പങ്കുചേരുന്നു. ദൈവനിർമ്മിതമായ ദൈവാലയം നീയാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം പറ. ഈ മനുഷ്യനിർമ്മിതമായ ദൈവാലയമാണോ ദൈവനിർമ്മിതമായ ദൈവാലയമാണോ? ഏതാണ് വില കൂടിയത്? ഏതിനാണ് പ്രതാപം? ഏതിനാണ് മാനം കൂടുതൽ? ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല. ദൈവനിർമ്മിതമായ ദൈവാലയത്തിനാണ് യോഗ്യത കൂടുതൽ. അതെ, ഈ മനുഷ്യന് തന്നെ മനുഷ്യനിർമ്മിതമായ ദൈവാലയത്തെക്കാൾ 10,000 മടങ്ങ് യോഗ്യതയുണ്ട് ദൈവനിർമ്മിതമായ ദൈവാലയത്തിന്. ഇനി അച്ഛൻ പറയാൻ പോകുന്നത് പൊള്ളുന്ന ചില സത്യങ്ങളാണ്. ദൈവമക്കളെ, ഈ മനുഷ്യനിർമ്മിതമായ ദൈവാലയത്തെ നാം വിശുദ്ധമായി കണക്ക് കൂട്ടുന്നു. അശുദ്ധമായതൊന്നും അതിനകത്ത് കയറ്റാൻ നാം അനുവദിക്കാറില്ല. അശുദ്ധമായത് എന്തെങ്കിലും ആരെങ്കിലും അതിനകത്ത് കയറ്റിയാൽ നാം അപ്പോൾ തന്നെ അതിന് പരിഹാരം നടത്താതിരിക്കയില്ല. അച്ഛൻ ചോദിക്കട്ടെ, നാളെ വൈകിട്ട് 4 മണിക്കൊരു മെഴുകുതിരി കത്തിച്ചിട്ട് യോഗസ്ഥലത്തേക്ക് പോരാമെന്ന് നിലച്ച് നിങ്ങൾ ഈ പള്ളിനട കയറി ചെല്ലുമ്പോ ഈ പള്ളിയകത്ത് 4-5 ആളുകൾ വട്ടം കൂടിയിരിക്കുകയാണ്. എന്താണ് ഇവരുടെ പരിപാടി എന്നറിയാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താ?
2-3 വിദേശ മദ്യക്കുപ്പികൾ തുറന്നു വെച്ച് 4-5 ഗ്ലാസും വെള്ളവും ഒക്കെ വെച്ച് ഈ ആളുകൾ ഈ പള്ളിയകത്തിരുന്ന് മദ്യം പകർന്നു കുടിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കാഴ്ച നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും പ്രിയപ്പെട്ടവര്? എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇവിടെ ഇരിക്കുന്ന ചില കുറുങ്കള്ളന്മാർ ഇപ്പൊ പറയുന്നുണ്ട്, പൊന്നു ചേട്ടന്മാരെ എന്നെ കൂടെ ഷെയർ കൂട്ടാമെങ്കിൽ ഞാൻ ആരോടും പറയില്ല. അങ്ങനെ പറയുന്ന ചിലരെങ്കിലും ഇവിടെ കണ്ടേക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ചോദ്യം കോതമംഗലത്ത് ചോദിച്ചപ്പോ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അടിച്ചവന്റെ പെടലി ഞാൻ ഒടിക്കുമെന്ന്. എന്റെ പള്ളിക്കകത്ത് അവന്റെ തോന്നിയവാസം. മിക്കവാറും 365 ദിവസം ഒരു വർഷത്തിനുള്ളപ്പോ അതിൽ 364 ദിവസവും മൂക്കുമുട്ടെ കുടിക്കുന്ന ചേട്ടന ഈ വികാരം പ്രകടിപ്പിച്ചത്, അടിച്ചവന്റെ പെടലി ഞാൻ ഒടിക്കുമെന്ന്. ദൈവമക്കളെ, എടുത്ത വാക്കിന് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, സ്നേഹിത, ദൈവമുണ്ടാക്കിയ ദൈവാലയമാകുന്ന താങ്കളുടെ ഈ ശരീരത്തിനകത്ത് മദ്യം പകർന്നാൽ താങ്കളെ എന്ത് ചെയ്യണം? ആ മനുഷ്യൻ നിന്നെടുത്ത് കിടുകിടാ വിറച്ചു. പിന്നെ മറുപടിയൊന്നും ഉണ്ടായില്ല. ആ ഐസ് അലിഞ്ഞു തീരും പോലെ ആ മനുഷ്യൻ അവിടെ ഇരുന്നു. ഇന്ന് രാത്രി ദൈവ പൈതല് നിന്നോട് ചോദിക്കാനുള്ള വളരെ ശക്തവും തീവ്രവുമായ ഒരു ചോദ്യമാണിത്. നീ ഉണ്ടാക്കിയ ദൈവാലയത്തിനകത്ത് ആരെങ്കിലും അശുദ്ധമായത് കയറ്റിയാൽ, മദ്യം പകർന്ന് സേവിച്ചാൽ, നീ അവനെ അതിനകത്ത് ഇരുത്തില്ല, ആട്ടി ഓടിക്കും. എന്ത് വില കൊടുത്തും അവരെ പുറത്താക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ കൂട്ടമണിയടിച്ച് നാട്ടുകാരെ കൂട്ടി ബഹളം കൂട്ടി അവരെ പുറത്താക്കും. ഒരു മനുഷ്യനും അതിന് അനുവദിക്കയില്ല. നീ ഉണ്ടാക്കിയ ദൈവാലയം മലിനമായാൽ നിനക്ക് നല്ലവണ്ണം പൊള്ളും, അല്ലേ? ദൈവമുണ്ടാക്കിയ ദൈവാലയം മലിനമായാൽ ദൈവത്തിന് അതിനെ ഇരട്ടി കോപമുണ്ടാകും. ദൈവ പൈതലേ, നീ ഇത് തിരിച്ചറിയാതെ പോയാൽ അത് ശാപമാണ്. മനുഷ്യനുണ്ടാക്കിയ ദൈവാലയം മലിനമായാൽ മനുഷ്യന് കോപം വരുമെങ്കിൽ, ദൈവമുണ്ടാക്കിയ ദൈവാലയം നാശമായാൽ, അത് അശുദ്ധമായാൽ ദൈവത്തിന് അതിൽ 7 മടങ്ങ് കോപം വരും. വേദപുസ്തകത്തിൽ തെളിവ് തരാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ അതിന്റെ തെളിവ് കിട്ടും. അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാകുന്നുവെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവമന്ദിരം നശിപ്പിക്കുന്നവനെ നിന്നെ ദൈവം നശിപ്പിക്കുമെന്നാണ് 17-ാമത്തെ വാക്യം. ദൈവമന്ദിരം നശിപ്പിക്കുന്നവനെ നിന്നെ ദൈവം നശിപ്പിക്കും. പിന്നെ വിടുന്ന പ്രശ്നമില്ല. നീ അറിയണം നീ ആരാണെന്ന്. താൻ തോന്നിയായി ലക്കുകെട്ട് തെരുവിൽ അലയേണ്ട ഒരാളല്ല നീ. അത്യുന്നതനായ തമ്പുരാൻ അധിവാസം കൊള്ളുന്ന അത്ഭുത ദൈവാലയമാണ് നീ എങ്കിൽ അതിന്റെ മാനം നീ സൂക്ഷിക്കേണ്ടത് നിന്റെ കർത്തവ്യമാണ്. മദ്യപിച്ച് ലക്കുകെട്ട് ഉടുതുണിയടിച്ച് തെരുവിൽ നിരങ്ങേണ്ടതല്ല ഒരു ദൈവാലയത്തിന്റെ ഡ്യൂട്ടി. അതിൻ്റെതായ പരിശുദ്ധി ഉണ്ടാകണം. പരിശുദ്ധി പണയം വയ്ക്കുന്നവരെ കീറിക്കളയുമെന്നല്ലോ കർത്താവിന്റെ മറുപടി. ദൈവാലയം നശിപ്പിക്കരുത്. നിന്റെ ശരീരം എന്റെ ദൈവാലയം, എന്റെ ആലയമാണ്. ഞാൻ അതിനകത്താണ് അധിവാസം കൊള്ളുന്നത്. നീ അതിനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ വിടില്ല എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. തെറ്റി ഒഴിയാൻ കഴിവുള്ളവൻ തെറ്റി ഒഴിയട്ടെ. വചനം തീയാണ്, അത് ഇടിത്തീ പോലെ ഇറങ്ങുന്നതാണ്. ഇരുവായി തലയുള്ള വാളാണ്. അതിനോട് ആരും ഉതയ്ക്കരുത്. അത് രക്ഷയ്ക്കുള്ള മാർഗമല്ല. നല്ലവണ്ണം ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തെ പിളർക്കട്ടെ. ദൈവ പൈതലേ, നീ അറിയണം നീ ആരാണെന്ന്. നീ അതിനുള്ള മാനം സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്നാമത് നാം മനസ്സിലാക്കി, നാം ആരാണ്? നിസ്സാരരല്ല. ജീവനുള്ള ദൈവം കുടികൊള്ളുന്ന ജീവനുള്ള ദൈവാലയമാണ്. അത്യുന്നതനായ ദൈവം അധിവാസം കൊള്ളുന്ന അത്ഭുത ദൈവാലയമേ, നീ നിന്നെ തന്നെ മലീമസപ്പെടുത്തല്ലേ. അത് ദ്രവ്യാഗ്രഹത്താലോ വ്യഭിചാരത്താലോ പൊടി വലിയാലോ പുക വലിയാലോ അരുതേ. എത്ര വർഷങ്ങളായി ഇതേ സ്ഥലത്ത് ഈ പാവപ്പെട്ട അച്ഛൻ വചനം പ്രസംഗിക്കുന്നു. എത്ര പേർക്ക് മാനസാന്തരമുണ്ടായി? എനിക്ക് തോന്നുന്നില്ല. കേൾക്കുക മടങ്ങുക, കേൾക്കുക മടങ്ങുക. ആരും ഈ വചനത്തെ മനനം ചെയ്യുന്നില്ല. നീ ആകേണ്ടത് നീ ആകണം. ദൈവ പൈതലേ, ദൈവത്തെ മാത്രം വെല്ലുവിളിക്കരുത്. നിന്റെ ഹൃദയതന്ത്രികളെ കുത്തിമുറിച്ചുകൊണ്ട് അത്ഭുതങ്ങളുടെ ദൈവം പറഞ്ഞു വെക്കുന്നത് നമ്പരപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ അത് തമ്പുരാന്റെ വ്യഥയാണ്. നീ ഇന്ന് രാത്രി തിരിച്ചറിയുക, നീ അത്ഭുതങ്ങളുടെ ദൈവം അധിവാസം കൊള്ളുന്ന ആലയമാണ് എന്ന്. മലിനപ്പെടരുത്, അനുവദിക്കരുത്. തെറ്റാണ് കീഴ്വഴക്കം. ഒന്നുകൊണ്ടും നീ മലിനപ്പെടരുത്. പകയാലോ വിദ്വേഷത്താലോ വൈരാഗ്യത്താലോ അമ്മാവിയമ്മ പോരിനാലോ അമ്മാവി അമ്മയോടുള്ള പോരിനാലോ മത്സരത്താലോ ഈ ലോകത്തിന്റെ നികളത്താലോ അശുദ്ധ ഭാവങ്ങളാലോ കാമവികാരങ്ങളാലോ ദൈവാലയം മലിനപ്പെടരുത്.
നിന്റെ നിർമ്മിതി അശുദ്ധമാകുന്നത് നിനക്ക് താല്പര്യമല്ല. ദൈവത്തിന്റെ നിർമ്മിതി അശുദ്ധമാകുന്നത് ദൈവത്തിനും താല്പര്യമല്ല. ബോധ്യപ്പെട്ട് ഹൃദയത്തിൽ എഴുതിക്കേ, മനുഷ്യ നീ നിസ്സാരനല്ല. അത്ഭുതങ്ങളുടെ ദൈവം അധിവാസം കൊള്ളുന്ന ദൈവാലയമാണ്. അതിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് നീ നിന്നെ കരുതിക്കൊള്ളണം. ഇന്ന് സന്ധ്യാകാലത്ത് വചനം കേൾക്കാൻ കർത്തൃപാദാന്തികത്തിൽ ഒത്തുവന്ന ജനസമൂഹമേ, ഈ വചനപ്രകാരം നിങ്ങൾ വിശുദ്ധിയുള്ളവരോ? നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ ആരാണെന്ന്? ഒന്ന്, നീ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ആരാണ് ഞാൻ? ഈ ചോദ്യം വീണ്ടും ചോദിക്കുമ്പോൾ അത്ഭുതകരമായ അറിവുകൾ എന്റെ പിന്നാലെ വരികയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെ: 1 യോഹന്നാൻ 3:1 കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവാം ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹാലേലുയ. മാമ്പഴം പറയും ഈ മരം മാവാണെന്ന്, തേങ്ങ ഈ മരം തെങ്ങാണെന്ന്. ദൈവമക്കളെ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം, സ്വഭാവം കൊണ്ട് പിതൃത്വം തിരിച്ചറിയാം. ആമേൻ. മക്കൾ അപ്പന്റെ സ്വഭാവം പ്രകടമാക്കും. അപ്പന്റെ മാനം മക്കളുടെ കയ്യിലാണ്. മക്കളെ, പലപ്പോഴും ജനസമൂഹം ഈ സത്യം മറക്കുകയാണ്. അപ്പന്റെ മാനം മക്കളുടെ കയ്യിലാണ്. മക്കളാണ് അപ്പന്റെ മാനം വഹിക്കേണ്ടത്. മറ്റൊരു മകൻ പഠിച്ചു ഉന്നത ബിരുദങ്ങൾ നേടി ഉന്നത സ്ഥലത്തെത്തി അവന്റെ പടം പത്രത്തിൽ വരുമ്പോ നാട്ടുകാർ പറയും ആ കാർന്നവരുടെ സുഹൃതമാണ്. താന്തോന്നിയായി ജീവിക്കുന്ന മക്കൾക്ക് ഈ അപ്പന്റെ മാനം നഷ്ടപ്പെടുത്താനല്ലാതെ ഒന്നും അപ്പന് നേടിയാൻ കഴിയില്ല. ദൈവത്തിന് നീ ഒന്നും കൊടുത്തില്ലെങ്കിലും തരക്കേടില്ല. നീ ദൈവത്തെ നീ നാണം കെടുത്തല്ലേ ക്രിസ്ത്യാനിയെ. വളരെ വേദനയോടെ അച്ഛൻ ഓർക്കട്ടെ, 30 വർഷം മുമ്പ് കേരളത്തിലുണ്ടായ ഒരു സംഭവം നിങ്ങൾ കേട്ട് കാണാനിടയുണ്ട്. ഒരധ്യാപകൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ആ അധ്യാപകൻ എന്ന് വെച്ചാൽ സ്കൂളിലെ സകല വിദ്യാർത്ഥികൾക്കും ദൈവതുല്യനാണ്. എന്തുകൊണ്ടെന്ന് സ്നേഹം കൊണ്ട് തന്റെ വിദ്യാർത്ഥികളെ പൊതിയുന്ന ഒരു അധ്യാപകൻ, പാഠഭാഗം പഠിപ്പിക്കുന്നതിനുപരി ധാർമ്മികത പഠിപ്പിക്കുന്ന നിർമ്മലനായ ഒരു അധ്യാപകൻ, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ മനുഷ്യൻ. ഈ അധ്യാപകൻ തന്റെ കുട്ടികളെ ചേർത്ത് പിടിക്കും. 3000 കുട്ടികളെയും പേരു ചൊല്ലി വിളിക്കുന്ന ഒരു അധ്യാപകൻ. അധ്യാപകന്റെ പേഴ്സണാലിറ്റി നിങ്ങളൊന്ന് അളന്നേ. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് തോറ്റുപോയെങ്കിൽ സാർ അടുത്ത് ചെല്ലും. ആൺകുട്ടിയാണെങ്കിൽ അവന്റെ ചുമലിൽ ഇങ്ങനെ തട്ടും, മോനെ സാരമില്ലടാ, കണക്ക് പരീക്ഷയ്ക്ക് തോറ്റുവല്ലേ, അടുത്ത പരീക്ഷയ്ക്ക് ഈ ക്ലാസ്സിൽ കണക്കിന് നീ 1-ാം സ്ഥാനത്തായിരിക്കും, ഞാൻ പഠിപ്പിക്കാവടാ, നീ സമയം കിട്ടുമ്പോ മാഷിന്റെ വീട്ടിലോട്ട് പോരെ, തൊട്ടപ്പുറത്തല്ലേ എന്റെ വീട്, അല്ല നിനക്ക് എന്റെ വീട്ടിൽ വരാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാം, നിന്നെ ഞാൻ കണക്ക് പഠിപ്പിക്കാം, മോൻ വിഷമിക്കണ്ട. തോറ്റ വിദ്യാർത്ഥിയെ മാർവിൽ ആശ്ലേഷിച്ച് ആ കുട്ടിയെ ഒറ്റയ്ക്കിരുന്ന് പഠിപ്പിച്ച് അടുത്ത പരീക്ഷയ്ക്ക് റാങ്കിനൊരുക്കുന്ന ഈ അധ്യാപകൻ, ഇപ്പൊ പല അധ്യാപകരും ചെയ്യുന്നത് തോറ്റ കുട്ടിയെ തഴഞ്ഞു കളയും. മണ്ടൻ, തിരുമണ്ടൻ, ഒന്നിനും കൊള്ളാത്തവൻ, നിന്റെ അപ്പന്റെ പാരമ്പര്യം ഇത് തന്നെയാണ്, നീ പഠിക്കില്ല, ഗുണം വരില്ല, തള്ളിക്കളയുന്നു. എന്നാൽ ഈ മാഷ് അങ്ങനെയല്ല. ഈ തോറ്റുപോയ വിദ്യാർത്ഥിയെ പൊതിഞ്ഞു പിടിച്ച് സ്നേഹം കൊണ്ട് മൂടി അവന്റെ കഴിവുകളെ ഉദ്ദീപിപ്പിച്ച് അടുത്ത പരീക്ഷയ്ക്ക് ആ ക്ലാസ്സിൽ 1-ാം സ്ഥാനത്ത് ആ വിഷയത്തിൽ അവനെ നിർത്തുന്ന അധ്യാപകൻ. തോറ്റതൊരു പെൺകുട്ടിയാണെങ്കിൽ സാരമില്ല മോളെ, തലയിൽ ഇങ്ങനെ തലോടും, നിനക്കൊരു ചാൻസ് ഉണ്ട്, അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് റാങ്ക് വാങ്ങണം, മാഷ് പഠിപ്പിക്കാമെന്ന്. ഈ നല്ല അധ്യാപകൻ കുഞ്ഞുങ്ങൾക്ക് പ്രാണതുല്യനാണ്. ഒരു വിദ്യാർത്ഥിയെ പോലും ഈ അധ്യാപകൻ നുള്ളി നോവിക്കില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി കോപ്പിയടിച്ച് ക്രമക്കേട് കാണിച്ചത് പിടിച്ചാൽ അധ്യാപകൻ ആ കുട്ടിയുടെ മുമ്പിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുക, എങ്കിലും എന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, നീ ഇത്ര തെറ്റായത് ചെയ്തല്ലോ, ഞാനിത് നനച്ചില്ലല്ലോ. ഒരുപക്ഷെ ആ വിദ്യാർത്ഥിയെ 1000 പ്രാവശ്യം ചൂരൽ കൊണ്ടടിച്ചാൽ ആ കുട്ടിക്ക് അത്രയും നോവില്ല. പ്രിയപ്പെട്ട മാഷ് മുമ്പിൽ നിന്ന് കരയുകയാ. ഈ കുട്ടി വിതുമ്പിക്കൊണ്ട് പറയും, തെറ്റ് പറ്റിപ്പോയി സാറ്, ഇനി ചെയ്യില്ല, മോളെ മോനെ ചെയ്യരുത്. എത്ര ഭക്തനും വിശുദ്ധനുമായ ഒരു അധ്യാപകൻ. ഈ അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളോട് എന്നും മുടങ്ങാതെ പറയുന്ന ഒരു വാക്കുണ്ട്, മക്കളെ, ഈ സ്കൂളിന്റെ കവാടത്തിങ്കിൽ ഒരു ചായക്കടയുണ്ട്, ഈ ചായക്കടയിൽ കയറി നിങ്ങൾ ആരും ചായ കുടിക്കരുത്. അപ്പൊ വിദ്യാർത്ഥികൾ ചോദിക്കും, സാറേ അതെന്താ അവിടെ കയറി ചായ കുടിച്ചാൽ? അതൊരു വൃത്തികെട്ട സ്ഥലമാ മക്കളെ. കണ്ട കള്ളുകുടിയന്മാരും കൂളി സെറ്റുകളും അവിടെ വന്ന് കള്ളുകുപ്പിയുമായിരുന്നു പകർന്നു കുടിക്കും, വായിൽ തോന്നിയ അസഭ്യങ്ങളൊക്കെ പറയും. എന്റെ മക്കൾ അവിടെ പോയി ഇരുന്നാൽ ചീത്തയായി പോകും, ദയവ് ചെയ്ത് മക്കൾ അവിടെ കയറി ചായ കുടിക്കരുത്. ഈ മാഷ് പറഞ്ഞത് ശിരസ വഹിച്ച് ഒരു കുട്ടി പോലും അവിടെ കയറാതെ മാറി നിന്നു. 16 ബാച്ച് ആ സ്കൂളിൽ നിന്ന് പുറത്തുപോയി നിർമ്മലരായി. ഈ സ്കൂളിലെ കുട്ടികളെ കിട്ടാൻ മറ്റു സ്കൂളുകൾ ഓടി നടക്കുകയാ, കോളേജുകൾ ഓടി നടക്കുകയാ. കാരണം അത്രയ്ക്ക് നല്ല പേഴ്സണാലിറ്റി ഉള്ള കുഞ്ഞുങ്ങളാ, കറപ്ഷൻ ഇല്ലാത്ത കുട്ടികൾ.
16 കൊല്ലം ഈ അധ്യാപകൻ ആ സ്കൂളിന്റെ സാരഥിയായി നിന്നു. 16ാമത്തെ കൊല്ലം ഒരു സംഭവം ഉണ്ടായി. ഈ അധ്യാപകൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ക്ലാസ് റൂമിന്റെ വാതിക്കൽ വന്ന് നിന്നു. സർ എന്ന് വിളിച്ചു. എന്തേ മോനെ, ഒന്നിങ്ങ് വരാമോ? ഇറങ്ങിച്ചെന്നു. എന്ത് വേണം? എന്റെ കൂടെ ആ റോഡിലോളം ഒന്ന് വരാമോ? എന്തിനാ മോനെ? ഒരു അത്യാവശ്യ കാര്യത്തിന്. ഈ പീരീഡ് അങ്ങ് കഴിഞ്ഞിട്ട് പോലെ 15 മിനിറ്റ് കൊണ്ട് തീരും. പോരെ സർ, ഇപ്പോൾ വരണം, നൗ, ഈ നിമിഷം. അതെന്താ കുട്ടി, അർജന്റ് ആയിട്ടുള്ള സംഗതി? അത് റോഡിൽ ചെല്ലുമ്പോൾ ഞാൻ പറയാം. ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ചില പ്രൊജക്റ്റുകളൊക്കെ കൊടുത്തിട്ട് ഈ 8ാം ക്ലാസ്സുകാരന്റെ കൂടെ ഇറങ്ങി നടക്കുമ്പോഴും സാറ് ചോദിച്ചു, മോനെ എന്താ ഇത്ര അർജന്റ് സംഗതി? ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മാഷെ. മാഷുവാ. കൂട്ടിക്കൊണ്ടുപോയി ഈ സ്കൂളിന്റെ കവാടം കടന്ന് റോഡിൽ നിന്നപ്പോ സാറ് ചോദിച്ചു, മോനെ എന്താ എന്നോട് പറയാൻ വന്നത്? ഈ കുട്ടി സാറിനോട് പറഞ്ഞു, സർ ആ ചായക്കടയിലേക്ക് നോക്ക്. കുട്ടി വിരൽ ചൂണ്ടിയ സ്ഥാനത്ത് അധ്യാപകൻ നോക്കി. ആ ഇരുന്ന് ചായ കുടിക്കുന്ന ആളെ സാർ അറിയുമോ? ഒന്നേ നോക്കിയുള്ളൂ. അധ്യാപകന്റെ സപ്തനാടികളും തളർന്നുപോയി. തല കറങ്ങുന്നത് പോലെ തോന്നി. കണ്ണിൽ ഇരുട്ട് കയറി. അധ്യാപകനൊന്ന് വെച്ചു. 8ാം ക്ലാസ്സുകാരൻ താങ്ങി. സാറെ എന്താ ഒരു പരവേശം? ആ മനുഷ്യൻ ഒന്ന് പിടഞ്ഞുലഞ്ഞു നേരെ നിന്നു. ഒന്നുമില്ല മോനെ. എന്താ സാറ് കണ്ടതെന്നല്ലേ? അദ്ദേഹത്തിന്റെ മൂത്ത മകൻ, 24 വയസ്സുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ മൂത്ത മകൻ ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുകയാ. 10-16 കൊല്ലം തന്റെ പള്ളിക്കൂടത്തിലെ ഒരു കുട്ടി പോലും ആ ചായക്കടയിൽ കയറി ചായ കുടിക്കരുതെന്ന് ദിവസം തോറും തന്റെ കുഞ്ഞുങ്ങളെ ഉപദേശിച്ച അധ്യാപകന്റെ മൂത്ത മകൻ ആ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഇത് കണ്ട നിമിഷം അധ്യാപകൻ ആകെ വെപ്രാളം പൂണ്ടു. അയ്യോ, എന്റെ മാനം പോയല്ലോ, എന്റെ വ്യക്തിത്വം പോയല്ലോ, ഞാൻ പറഞ്ഞതിന് വിലയില്ലാതെയായല്ലോ, ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഞാൻ വിഡ്ഢിയായല്ലോ. ഒരു നിമിഷം അങ്ങനെ ഓർത്തു നമ്പരം പൂണ്ട അധ്യാപകൻ ഒരു നിമിഷം തന്റെ ധാർമ്മിക രോഷം കൊണ്ട് ആളിക്കത്തി. ഓടി ആ ചായക്കടയിലേക്ക് കയറി ചെന്ന് മകൻ കുടിക്കാൻ കയ്യിലെടുത്ത് പിടിച്ചിരുന്ന ഗ്ലാസ് പിടിച്ചു വാങ്ങി മേശപ്പുറത്ത് ഇടിച്ചവിടെ വെച്ചു. മകൻ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് എന്താ അപ്പാന്ന് ചോദിച്ചു. മിണ്ടരുത് നീ എന്ന് പറഞ്ഞു. തിരിഞ്ഞു നിന്നിട്ട് ചായക്കടക്കാരനോട് ചോദിച്ചു, തന്റെ ചായക്ക് കാശ് എത്രയാണു? അയാൾ പറഞ്ഞു, അന്നത്തെ 10-30 കൊല്ലം മുമ്പ് 20 പൈസയായിരിക്കും ചായക്ക് വില. 20 പൈസ. അതെടുത്ത് മേശപ്പുറത്ത് ഇട്ടിട്ട് ഈ അധ്യാപകൻ മോന്റെ ചെവിക്ക് കടന്നു പിടിച്ചു. ഇറങ്ങടാ എന്റെ കൂടെ. അവൻ ചോദിച്ചു, അപ്പ ഞാനൊരു പ്രായപൂർത്തിയായ കുട്ടിയാ, ഇത്രയും നാട്ടുകാരുടെ മുമ്പിൽ എന്റെ മാനം കെടുത്തി ചെവിക്ക് പിടിച്ചു കൊണ്ടുപോകാൻ കാര്യമെന്താ? മിണ്ടരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്? നടക്കടാ. അവനൊരക്ഷരം മിണ്ടിയില്ല. ഈ റോഡിലൂടെ ഇറങ്ങി നടന്നു വീട്ടിലേക്ക് എത്തി. അപ്പോഴും മോൻ പലവട്ടം ചോദിച്ചു, അപ്പ എന്തിനു മിണ്ടരുതെന്ന്? വീട്ടിലെത്തി. ചെവിയിൽ നിന്ന് പിടുത്തം വിട്ടു. കസേരയിലേക്ക് ഇരുന്ന അധ്യാപകൻ മലർന്നടിച്ച് വീണുപോയി. അപ്പ പറ, എന്തിനാ നാണം കെടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ചെവിക്ക് പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ ശിക്ഷിക്കാൻ ഇങ്ങനെ കൊണ്ടുവന്ന കാര്യം പറ. മോനെ, നീ ആരാണെന്ന് നിനക്കറിയാമോ? അപ്പന്റെ ചോദ്യം. നീ ആരാണെന്ന് നിനക്കറിയാമോ? എടുത്ത വാക്കിന് മകൻ ചോദിച്ചു, ഞാൻ ആരാണെന്ന് അപ്പൻ അറിയില്ലേ? ഞാൻ അപ്പന്റെ മോന. അല്ലടാ, നീ എന്റെ മോനല്ല, ഞാൻ നിന്റെ അപ്പനുമല്ല. എന്താണ് അപ്പൻ ഈ പറയുന്നത്? നീ നിന്റെ അപ്പനെ കൊന്നടാ, നിന്റെ അപ്പന്റെ നെഞ്ചിൽ കഠാര ഇറക്കിയടാ, നിന്റെ അപ്പനെ നീ കുഴിച്ചിടടാ. ഈ നിമിഷം നീ നിന്റെ അപ്പനെ കൊന്ന മോന. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലപ്പാ, ഒന്നും മനസ്സിലായില്ല. മോനെ, നിനക്ക് മനസ്സിലാകില്ല. നീ മതി മറന്നുപോയി. നീ സ്വന്തം കാലിൽ നിൽക്കാൻ മാത്രം വളർന്നു. നിനക്ക് സ്വന്തം ഉദ്യോഗമുണ്ട്, കാശ് വരുമാനമുണ്ട്. നീ നിനക്കുന്നത് എന്തും നടക്കും. അപ്പൻ ഇത്രയും പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മോനെ, ഈ ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നത് തെറ്റാണെന്ന് കഴിഞ്ഞ 10-16 വർഷം എന്റെ വിദ്യാർത്ഥികളെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച അധ്യാപകന. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് ഇത് പറയും മുമ്പ് ഞാൻ എന്റെ മോനോട് ആദ്യം ഇത് പറഞ്ഞതാ. എന്നിട്ട് എന്റെ മോൻ അത് തെറ്റിച്ചപ്പോ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമേടാ? ഇനി എങ്ങനെ ഞാൻ പള്ളിക്കൂടത്തിൽ പോകുമേടാ? ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഞാനൊരു പരിഹാസപാത്രമായില്ലേ? നീ നിന്റെ അപ്പനെ കൊന്നില്ലേ മോനെ? ഈ മുറി വെട്ടി നീ നിന്റെ അപ്പൻ പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. നിന്റെ അപ്പൻ മരിച്ചു. അല്ല, നീ നിന്റെ അപ്പനെ കൊന്നു. നോക്ക്, ഞാൻ റിസൈൻ ലെറ്റർ എഴുതി ഒപ്പിട്ട് തരാം. നീ അത് എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് നിന്റെ അപ്പന്റെ കബറടക്കത്തിന് വേണ്ടത് ചെയ്യുമോനെ? നീ നിന്റെ അപ്പനെ കൊന്നില്ലേ? മാനം കെടുത്തിയില്ലേടാ നീ എന്നെ? ഈ മകൻ അപ്പോഴാണ് അപ്പന്റെ വേദനയുടെ ആഴം മനസ്സിലായത്. അവൻ വിതുമ്പിക്കരഞ്ഞു, അപ്പ അമ്മാപ്പ്, അറിയാതെ പറ്റിയതാ. ഒരു നിമിഷം ഞാൻ എന്റെ അപ്പന്റെ വാക്ക് മറന്നുപോയി. നല്ല ക്ഷീണമുണ്ടായിരുന്നു അവിടെ വന്നപ്പോ. മോനെ, നീ എന്ത് ന്യായം പറഞ്ഞാലും അപ്പന് നഷ്ടപ്പെട്ട മാനം തിരിച്ചു തരാൻ നിനക്കാകുമോ? ആകുമോ? ആ മകൻ അല്പനേരം മിണ്ടാതെ നിന്നിട്ട് മുട്ടുകുത്തി. അപ്പാ, എന്റെ അപ്പന് വേണ്ടി ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. മോനെ, നീ എന്ത് പ്രായശ്ചിത്തം ചെയ്യും അപ്പന് വേണ്ടി? എന്ത് ചെയ്താൽ അപ്പന്റെ മാനം മടക്കി കിട്ടും? ഞാൻ സ്കൂളിലേക്ക് പോകുകയാണപ്പാ. ഈ സകല ക്ലാസ്സിലും കയറി കുരുന്നു കുട്ടികളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് എനിക്കൊരു തെറ്റുപറ്റിയെന്ന് എന്റെ അപ്പൻ നിരപരാധിയാണെന്ന് ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയാമപ്പാ. ഉടനെ ഈ അപ്പൻ ചോദിച്ചു, മോനെ, നീ ഒരു 24 വയസ്സുള്ള ആൺകുട്ടിയാ.
നീ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ളൊരു മാന്യനാ, നല്ല സ്റ്റാറ്റസ് ഉള്ളൊരു ഉദ്യോഗസ്ഥനാ. ഈ കുരുന്ന് പിള്ളേരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാൻ നിനക്ക് മാനക്കേടില്ലേ? ആ മകൻ പറഞ്ഞ മറുപടി, എന്റെ അപ്പന്റെ മാനത്തോളം വലുതല്ല എന്റെ മാനം. എന്റെ അപ്പന്റെ മാനം നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കെന്തിനാ മാനം? എന്റെ അപ്പന് മാനം മടക്കി കിട്ടാൻ വേണ്ടി എന്റെ മാനം ഞാൻ നഷ്ടപ്പെടുത്തിയ അത് ഞാൻ വലിയ സമ്പത്തായിട്ടുണ്ട് പപ്പ. മോനെ വേണ്ട. പക്ഷെ അപ്പന് പിടികിട്ടും മുമ്പ് മോനെ മുറിവിട്ട് പുറത്തുപോയി. അപ്പൻ അവിടെ വീങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു. ആർക്ക് തിരുത്താനാകും എനിക്ക് വന്ന മാനക്കേട്? ദൈവമക്കളെ, 2 മണിക്കൂർ കഴിഞ്ഞപ്പോ മകൻ മടങ്ങി വന്നു. കാൽപെരുമാറ്റം കേട്ട് അപ്പൻ നോക്കി. എന്തേ മോനെയും ചോദിച്ചു. അപ്പൻ എന്നോട് ക്ഷമിക്കണം. അപ്പൻ ഉദ്ദേശിച്ചതുപോലെ അപ്പന്റെ മാനം നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനത് തിരികെ പിടിച്ചു. മോനെ നീ എങ്ങനെ പിടിച്ചു? അപ്പൻ ആ മുറ്റത്തേക്കൊന്ന് നോക്ക്. അപ്പനെ കാണാൻ ചിലർ വന്നിട്ടുണ്ട്. ആരാ മോനെ? എനിക്ക് ആരെയും കാണണ്ട. ഇനി എന്റെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഇരുട്ടിലിരുന്ന് മരിച്ചു കൊള്ളാം. നോ, അപ്പൻ പുറത്തേക്കൊന്ന് നോക്ക്. പാളി നോക്കിയ അധ്യാപകൻ ഞെട്ടിപ്പോയി. പള്ളിക്കൂടത്തിലെ 3000 കുട്ടികളും മുറ്റത്ത് നിൽക്കുകയാണ്. ഒരു കുട്ടി പോലും ഒന്നും മിണ്ടുന്നില്ല. സകല കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. ഈ അധ്യാപകനെ വിളിച്ചുകൊണ്ടുപോയി കാഴ്ച കാണിച്ചു കൊടുത്ത 8ാം ക്ലാസ്സുകാരൻ കയറി വന്ന് മുട്ടുകുത്തി നിന്ന് പാദം തൊട്ട് ചുംബിച്ചിട്ട് പറഞ്ഞു, മാഷ് എന്നോട് പൊറുക്കണം, ഞാനൊരു തമാശ ചെയ്തതാ. പക്ഷെ മാഷിന് ഇത്ര മുറിവേൽക്കുമെന്ന് അറിഞ്ഞില്ല. ഈ ചേട്ടായി വന്ന് പറഞ്ഞു, പപ്പ ഇനി മുറിവിട്ട് പുറത്തിറങ്ങില്ലെന്നാ പറഞ്ഞതെന്ന്. സാറ് പൊറുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും ഇനി പള്ളിക്കൂടത്തിൽ പോകില്ല. ഞങ്ങളുടെ പഠിത്തം ഇവിടെ വെച്ച് നിർത്താം. സകല കുട്ടികളും ഏറ്റു പറഞ്ഞു, ഞങ്ങളുടെ മാഷ് ഞങ്ങൾക്ക് ദൈവതുല്യാണ്, ഞങ്ങളുടെ മാഷ് വിശുദ്ധനാ. മാഷ് പള്ളിക്കൂടത്തിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി പഠിക്കുന്നില്ല. ഞങ്ങളുടെ മാഷ് വിശുദ്ധനാ, ഞങ്ങൾ ഉറക്കെ പറയാം 1000 വട്ടം. ആ കുഞ്ഞുങ്ങളുടെ ദീനരോധനം കേട്ട അധ്യാപകൻ നിറഞ്ഞ കണ്ണോടെ തികഞ്ഞ കൃതാർത്ഥതയോടെ ഇറങ്ങി ഈ കുഞ്ഞുങ്ങളോടൊപ്പം പള്ളിക്കൂടത്തിലേക്ക് പോയി. ദൈവമക്കളെ, അന്ന് അപ്പന്റെ മാനം രക്ഷിക്കാൻ സ്വന്തം മാനം പണയപ്പെടുത്തിയ ആ 24കാരൻ എന്നറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി 1000കണക്കിന് ആത്മാക്കളെ കൊയ്തു കൂട്ടിക്കൊണ്ട് കേരളത്തിന്റെ പല പ്രാന്തപ്രദേശങ്ങളിലും ത്യാഗിയായി സഞ്ചരിക്കുന്നെങ്കിൽ ആ മനുഷ്യന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടതാണ് ഈ വാർത്ത. ഹല്ലേലൂയ. ആ മനുഷ്യൻ തന്റെ അപ്പന്റെ മാനം സംരക്ഷിക്കാൻ സ്വന്തം മാനം പണയപ്പെടുത്തിയവനാ. ദൈവവൈതലേ, എത്ര വട്ടം നീ നിന്റെ അപ്പന്റെ മാനം കെടുത്തി? എത്ര വട്ടം സ്വർഗത്തിലെ അപ്പനെ അപമാനിച്ചു? മദ്യപിച്ചും ലക്കുകെട്ടും പുകവലിച്ചും പൊടി വലിച്ചും വായിൽ തോന്നിയ വഷളത്വം പുലമ്പിയും ഈ ദൈവത്തിന്റെ സ്നേഹത്തെ വെല്ലുവിളിച്ചും ദൈവം എവിടെ എന്ന് ചോദിച്ചും നീ പുലമ്പിയില്ലേ? എന്നാൽ ഈ ദൈവത്തിന്റെ വേദന, ഈ ദൈവത്തിന്റെ അപമാനം പരിഹരിക്കാൻ ഒരിക്കലെങ്കിലും നീ പ്രായശ്ചിത്തം ചെയ്തോ? നീ നിന്റെ മാനം ഇപ്പോഴും വലുതെന്നെണ്ണി ദൈവത്തെ മാനം കെടുത്തി നടക്കുന്ന ഒരാളാണെങ്കിൽ ആണും പെണ്ണും ഒരുപോലെ ചിന്തിക്കട്ടെ. നിന്റെ ദൈവത്തിന്റെ മാനം വലുതാക്കാൻ നീ നിന്റെ മാനം വേണ്ടെന്ന് വെച്ച് ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ എന്നെങ്കിലും നിനക്ക് മനസ്സായോ? ഇനി ഒരിക്കൽ കൂടെ മനസ്സാകുമോ? ഇല്ലെങ്കിൽ ദൈവവൈതലേ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് അഭിമാനിച്ചിട്ട് എന്താണ് ഒരർത്ഥം? അത് പ്രയോജനകരമല്ല. ദൈവത്തിന്റെ മക്കളുടെ സ്വഭാവം സൂക്ഷിക്കണം. അപ്പന്റെ സ്റ്റാറ്റസ് മക്കളുടെ കയ്യിലാണ്. ഹല്ലേലൂയ. അപ്പന്റെ സ്റ്റാറ്റസ് മക്കളുടെ കയ്യിലാണ്. അപ്പനെ മാനം കെടുത്തരുത് മക്കളെ. ക്രിസ്ത്യാനിക്ക് ഉചിതമായ വണ്ണം ജീവിക്കണം. പക്ഷേ ഭാരമുണ്ട്. അച്ഛൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, കേരളത്തിൽ മാമോദീസ വെള്ളം വീണ നസറാണി എന്ന പേരുള്ളവൻ മാത്രം മദ്യപാനം ഉപേക്ഷിച്ചാൽ കേരളത്തിലെ മദ്യ വ്യവസായം നിന്നുപോകും. ഉറപ്പാ. അച്ഛന് ഇത് 1000 വട്ടം ഉറക്കെ പറയാം. ക്രിസ്ത്യാനി എന്ന് പേരുപെട്ടവൻ മാത്രം മദ്യപാനം ഉപേക്ഷിച്ചാൽ കേരളത്തിലെ മദ്യ വ്യവസായം നിന്നുപോകും. പക്ഷെ ക്രിസ്ത്യാനി തയ്യാറല്ലല്ലോ. അവൻ അപ്പനെ അപമാനിക്കുകയാണ്. ക്രിസ്ത്യാനി, നീ മദ്യപിക്കുമ്പോൾ നാണം കെടുന്നത് നിന്റെ ദൈവമാ. നീ വ്യഭിചരിക്കുമ്പോൾ നാണം കെടുന്നത് നിന്റെ ദൈവമാ. സമൂഹത്തിൽ മത്സരമായി, പ്രതിസന്ധിയായി, കുടുംബകലഹമായി, ഡൈവേഴ്സ് നോട്ടീസായി, സമൂഹം അറിയും വണ്ണം കലഹമുണ്ടാക്കി, തമ്മിൽ തല്ലി, ലഹള കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ നാണം കെടുന്നത് നിന്റെ അപ്പനാ. സ്വർഗത്തിലെ അപ്പനെ അപമാനിക്കുന്ന ക്രിസ്ത്യാനി, ഇന്ന് നീ അറിയണം നീ ആരാണെന്ന്. ദൈവ പൈതലെന്ന് നിനക്ക് പേരുണ്ടല്ലോ. അച്ഛൻ പ്രസംഗിക്കുമ്പോഴെല്ലാം ഈ ജനത്തെ സംബോധന ചെയ്യുന്ന വാക്ക് ദൈവ പൈതല് എന്നാണ്. പല നാളിൽ ചിലരൊക്കെ വിളിച്ചു പറഞ്ഞു, ഈ വാക്ക് പരിചയമില്ലാത്ത അക്രൈസ്തവരും കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരും ഫോണിൽ വിളിച്ചു പറഞ്ഞു, അച്ഛന്റെ ആ പൈതലേ എന്ന് വിളി കേൾക്കുമ്പോ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി തോന്നുകയാണ്. നീ ദൈവ പൈതലാണ്.
മാമോദീസായാൽ നീ അത് പ്രാപിച്ചതാണ്. നീ വീണ്ടും ജനനം അനുഭവിച്ചതാണ്. വീണ്ടും ജനനം മുതൽ നീ മനുഷ്യ സന്തതിയല്ല, ദൈവത്തിന്റെ മകളാണ്, മകനാണ്. നിന്റെ അഡ്രസ് മാറ്റപ്പെട്ടതാ. നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടതാ. നീ സ്വർഗത്തിലെ പ്രജയാ. അതിന്റെ മാനം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? അതിനുള്ള ക്വാളിറ്റീസ് നിന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുഞ്ഞ്, ഈ ക്രൈസ്തവ ജീവിതം അത് ദൈവത്തിന് വേദനയായി മാറുകയാണ്. സത്യം, ദൈവം വിലാപം കഴിക്കുകയാണ്. വേദപുസ്തകത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് കർത്താവിന്റെ കണ്ണുനീർ. ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളെ ദൈവം ഉണ്ടാക്കിയില്ലേ? സൗരയൂഥങ്ങളെ, പക്ഷിമൃഗാദികളെ, വൃക്ഷലതാദികളെ ഒക്കെ ഒരുപാട് മൃഗജാലങ്ങളെ ഉണ്ടാക്കി. താൻ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു ജീവിയെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം അനുതപിച്ചെങ്കിൽ അത് ഈ മനുഷ്യനെ കുറിച്ച് മാത്രമാണ്. താൻ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു ജീവിയെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം കരഞ്ഞെങ്കിൽ അത് ഈ മനുഷ്യനെ കുറിച്ച് മാത്രമാണ്. മനുഷ്യരിൽ ഒരുത്തൻ പോലും തന്റെ സങ്കടം കേൾക്കാനില്ല എന്ന് ബോധ്യപ്പെട്ട നാളിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് വാവിട്ട് നിലവിളിച്ച ഒരു രംഗം യെശയ്യാവ് എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവിതറിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ഞാൻ കളതന്റെ ഉടയവനെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ആമേൻ. കളതന്റെ ഉടയവനെ, കഴുതവന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ആകാശമേ നീ കേൾക്ക്, ഭൂമിയെ എന്റെ വാക്കുകൾക്ക് ചെവിതാ. ഞാൻ മക്കളെ പോറ്റി വളർത്തി, മക്കളെ അവരെന്നോട് മത്സരിക്കയാ. കർത്താവ് ഇന്ന് രാത്രി പറയുന്നത് ഇത് തന്നെയാ. അവർ എന്നോട് മത്സരിക്കയാ. കാളതന്റെ ഉടയവനെ അറിയും. മിണ്ടാപ്രാണിയും ബുദ്ധിഹീന മൃഗമെന്ന് വിളിക്കപ്പെടുന്നതുമായ കഴുത തന്റെ യജമാനന്റെ പുൽക്കൂടറിയും. ബുദ്ധിയും ജ്ഞാനവും വിവേകവും മജ്ജയും മാംസവും രക്തവും ജീവനുമുള്ള എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ദൈവത്തിന്റെ വിലാപം. ആ കണ്ണുനീർ ആര് തുടയ്ക്കും? ദൈവമൈതലേ, കർത്താവ് ഇന്ന് രാത്രി കരയുന്നത് നിന്നെ നോക്കിയിട്ടാണെങ്കിൽ, നിന്റെ പാപജീവിതം കണ്ടിട്ടാണെങ്കിൽ ആ കണ്ണുനീർ തുടയ്ക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റില്ല. നീ തന്നെ കൈ നീട്ടണം. കർത്താവേ, നീ ഇനി എന്നെ നോക്കി കരയണ്ട, ഞാനിതാ നിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കാം. ആർക്കിത് പറയാൻ മനസ്സാകും? എന്തിന് ഈ കൺവെൻഷൻ ഇങ്ങനെ നടത്തുന്നത്? എല്ലാ വർഷവും 4 ദിവസം ആഘോഷമായി പാറയിൽ ചേർന്ന് വന്നാൽ പുണ്യം കിട്ടുമെന്ന് നനച്ചിട്ടാ? അല്ല. ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനം നിന്റെ ഹൃദയത്തെ കീറിമുറിച്ചിട്ട് നീ മാനസാന്തരപ്പെടണം. നിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം. ഈ പ്രസംഗ ശുശ്രൂഷ തീരും മുമ്പ് ഒരാളെങ്കിലും പാപജീവിതത്തോട് വിട പറഞ്ഞ് അപ്പ ആയുസ്സുള്ള കാലം ഇനി ഞാൻ നിന്നെ അപമാനിക്കയില്ല എന്ന് പറയുമെങ്കിൽ ഈ വരവിന് അർത്ഥമുണ്ടായി മക്കളെ. ഇല്ലെങ്കിൽ അച്ഛന്റെ ആക്രോശം ജലരേഖയായി പോകുമല്ലോ. ഇത് അച്ഛന്റെ വികാരങ്ങളല്ല പ്രകടമാകുന്നത്. അത്ഭുതങ്ങളുടെ ദൈവമാണ് ഇപ്പോൾ വിലാപം കഴിക്കുന്നത്. മക്കളെ ചൊല്ലിയുള്ള വിലാപം. നീ ആരാണെന്ന് നീ അറിയണം. ജീവനുള്ള ദൈവത്തിന്റെ ആലയം മാത്രമല്ല, സ്വർഗീയ പിതാവിന്റെ മകനാണ്, മകളാണ്. അപ്പന്റെ സ്റ്റാറ്റസ് മക്കളുടെ കയ്യിലാണ്. അപ്പന് മാനം കെടുത്തരുത്. വീണ്ടും നീ ആരാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരിക്കൽ കൂടെ തേടാം. 1, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ആലയമാണ്. 2, ഞാൻ സ്വർഗീയ പിതാവിന്റെ മകനാണ്, മകളാണ്. 3, ഞാൻ സ്വർഗമണവാളന്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ. സ്വർഗമണവാളന്റെ മണവാട്ടിയാണ്. നിസ്സാര വ്യക്തിയല്ല. സ്വർഗീയ രാജാവ് വിവാഹ നിശ്ചയം ചെയ്ത് വീടൊരുക്കാൻ പോയിരിക്കുന്ന മണവാട്ടി, പതിവ്രതയായിരിക്കേണ്ടവൾ, മണവാളിന് വേണ്ടി തന്നെ ഒരുക്കി കാത്തിരിക്കേണ്ടവൾ. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മണവാളന്റെ മനസ്സിൽ ഒറ്റയൊരു കഥാപാത്രമേ പിന്നെ ഉള്ളൂ. അത് മണവാട്ടിയാണ്.
എന്റെ മണവാട്ടി. മണവാട്ടിയെ കുറിച്ച് മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മണവാളൻ മണവറയൊരുക്കുകയാണ്. മണവാട്ടിക്ക് പകരം മറ്റൊരു സ്ത്രീയെ മനസ്സിൽ ധ്യാനിച്ചാൽ മണവാളൻ പാപമാണ് ചെയ്യുന്നത്, അവൻ പരസംഗമാണ് ചെയ്യുന്നത്. മണവാട്ടിയുടെ മനസ്സിൽ ഒരാളെ കാണാവൂ. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഒരു പുരുഷനെ മണവാട്ടിയുടെ മനസ്സിൽ കാണാവൂ, അത് മണവാളനാണ്. മസിഹ മണവാളന്റെ മനസ്സിൽ ഒരു മണവാട്ടി മാത്രമേ ഉള്ളൂ, അത് സഭയാണ്, ഞാനാണ്, നീയാണ്. മണവാട്ടിയെ നിന്റെ മനസ്സിൽ ആരൊക്കെയുണ്ട്? നീ ഇന്ന് ധ്യാനിക്കുന്നതും നനയ്ക്കുന്നതും കാത്തിരിക്കുന്നതും കാക്ഷിക്കുന്നതും അവസരങ്ങൾ ഒരുക്കുന്നതും പ്രത്യാശിക്കുന്നതും പണം മുടക്കുന്നതും ഒരുങ്ങുന്നതും ഈ സ്വർഗമണവാളനെ പ്രാപിക്കാനോ ലോകത്തിന്റെ ഇമ്പങ്ങളെ പ്രാപിക്കാനോ? ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെ നീ താലോലിക്കുന്നിടത്തോളം ദൈവ പൈതലെ നിനക്ക് പാതിവൃത്യഭംഗം സംഭവിച്ചു. നീ കളങ്കപ്പെട്ടു. നീ സ്വർഗമണവാളിന് പകരം മറ്റു ചിലരെ വരിച്ചുപോയി. നിന്റെ ഹൃദയം പാപത്തിന് പെട്ടുപോയെങ്കിൽ, നിന്റെ ജീവിതം ഈ ലോക ഇമ്പങ്ങൾക്ക് പണയപ്പെടുത്തപ്പെട്ടെങ്കിൽ, നീ നിന്റെ സ്വർഗമണവാളിനെ പരിത്യജിച്ചിട്ട് നീ ജാരന്മാരെ പ്രാപിച്ചുപോയി. ദൈവവൈതലെ അതിന് അച്ഛൻ എപ്പോഴും കൊണ്ട് ഉദാഹരണം പറയാറുണ്ട്, കേട്ട് കാണും നിങ്ങൾ. അത് സരസമായിട്ടാണ് ഞാൻ പറയാറുള്ളത്. ഇന്ന് എന്തുകൊണ്ടോ നിന്ന സമയം മുതൽ ഭയങ്കരമായ സീരിയസ്നെസ് ഈ വചനത്തിൽ എന്നെ ബാധിക്കുകയാണ്. സരസമായി പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഞാൻ ശ്രമിക്കട്ടെ. ഒരു ഉദാഹരണം, പാതിവൃത്യഭംഗം സംഭവിച്ചാൽ എന്ത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം, ഇവിടെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം നോമ്പ് വീടി വരുന്ന ദിവസം നടത്താൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, വിചാരിച്ചാലും കുഴപ്പമില്ല, അന്ന് വിചാരിക്കുക. നോമ്പ് വീടുന്ന തൊട്ടടുത്ത ദിവസം ഒരു തിങ്കളാഴ്ച ഈ പയ്യന്റെ കല്യാണമാണ്. കല്യാണം നടക്കുന്നത് കുറുപ്പുംപടി പള്ളിയിൽ വെച്ചാണ്. പണ്ടൊക്കെ കല്യാണ സദ്യ വീടുകളിലായിരുന്നു, ഇപ്പൊ വീടുകളിലേക്ക് ആരും പോകാറില്ല. കല്യാണം വിളിക്കുന്നവർക്കൊക്കെ അറിയേണ്ടത് പരിപാടി എവിടെയാണെന്ന, കല്യാണ കൂതാശ എവിടെയാണെന്ന് ആരും ചോദിക്കാറില്ല, പരിപാടി എവിടെയാണെന്ന്. ഈ കുറുപ്പുംപടി പള്ളിക്ക് വലിയ ഹാളുണ്ട്, 1000 പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ സംവിധാനമുണ്ട്. അവിടെ തന്നെയാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞു. 14,000 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ ഒറ്റ കല്യാണമാണ്, ഒറ്റ മോനേ ഉള്ളൂ. നല്ല തറവാട്ടിലെയാ, നല്ല പണക്കാരാ, നല്ല പ്രതാപികളാ, പാരമ്പര്യമുള്ളവരാ, തറവാടികളുമാ, ഒരു കുഴപ്പമില്ലാത്ത കുടുംബമാ. കുറ്റമോ തെറ്റോ ഒന്നും അവരുടെ ജീവിതത്തിൽ നിർമ്മലനായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, കല്യാണമൊക്കെ കഴിഞ്ഞു, സദ്യവട്ടങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും 3 മണിയായി. മണവാളനും മണവാട്ടി അപ്പോഴേക്കും നല്ലോണം ക്ഷീണിച്ചു. 3-4 ഗ്രൂപ്പ് മെഷീൻ കണ്ടുകാരുണ്ടായിരുന്നു. ഇവിടെ ഒരുത്തം കയറി ഇരിപ്പുണ്ട്, ക്ഷമിക്കണം ദൈവമക്കളെ. ഇതുകൊണ്ട് ഈ ചെറുക്കനെയും പെണ്ണിനെയും ചിറ്റിച്ചുകൊണ്ട് നടന്ന് ഒരു പരുവത്തിലാക്കി. അത് കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ പെണ്ണ് മന്ത്രകോടി ചുറ്റി വരണം. മന്ത്രകോടി എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടൂല, വിരിപ്പാവ് എടുത്തോണ്ട് വരാൻ പെണ്ണിനെ കൊണ്ട് ആൾക്കാർ പോയി. മണവാളൻ അവശനായി കാറിനകത്തോട്ട് കയറി അങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോ ഈ മണവാളനൊരു പെങ്ങളുണ്ട്. ഈ പെങ്ങളെന്ന് പറയുന്ന സാധനം ഭയങ്കര ദുർവാശിക്കാരിയാ. അതിവിടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചതല്ലാതെ പിന്നെ അവരുടെ ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അവള് ഈ കാറിലേക്ക് ആങ്ങളെ അടുത്തോട്ട് കയറി അങ്ങ് ഇരുന്നു. തോഴ്മ നിന്ന കൊച്ചു നോക്കുമ്പോ ഇനി ഞാൻ എന്തിനാ പുറത്ത് നിൽക്കുന്നത്, അവനും കയറി അങ്ങ്. ഇവൻ അതിലും വലിയ വാശിക്കാരനാ, പിടിച്ചോടെ മുറിച്ചോണ്ട് പോവുള്ളൂ. ആ സീറ്റ് അങ്ങ് നിറഞ്ഞേ. ഇത് കഴിഞ്ഞപ്പോഴാ മണവാളനൊരു മൂത്ത പെങ്ങളുണ്ട്, അവളെ കെട്ടിച്ചു വിട്ടതാ. 2 പിള്ളേരും ഉണ്ട്. അവള് നോക്കുമ്പോ ഞാൻ എന്തിനാ മോശമാക്കണേ, കെട്ടിയോനെ 2 പിള്ളേരെയും വിളിച്ച് മറ്റേ സീറ്റിലേക്ക് കയറി അവള് വന്നിരുന്നു. അത് ആ ഇളയന്റെ ബാക്കിയാ. പാരമ്പര്യമായിട്ട് വാശി മൂത്ത വർഗ, വീട്ടുകാര് പറയണില്ല. ദൈവമക്കളെ, വാശി മൂത്ത വർഗ. ഇതെല്ലാം കയറി വണ്ടി അങ്ങോട്ട് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ മണവാട്ടി ഈ വിരിപ്പാവൊക്കെ ചുറ്റി ഈ കുന്തം കുടച്ചക്കറൊക്കെ പിടിച്ച് നിരങ്ങി വരണത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള സംഗതി, മണവാട്ടി ആയ പിന്നെ അവിടെ നടക്കൂല, നിരങ്ങുള്ളൂ. എന്താ സംഗതി ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിങ്ങനെ അനങ്ങിയും കുടുങ്ങിയും വന്നപ്പോ കാറിനകത്ത് കയറാൻ സ്ഥലമില്ല. അപ്പൊ അടുത്ത് നിന്നൊരു വല്യപ്പനി ചെറിയ പെങ്ങള് മണവാളന്റെ അടുത്തിരിക്കുന്ന സാധനത്തിന്റെ കൈക്ക് പിടിച്ചു. ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല, 10-13 വയസ്സുണ്ട്. നീ ഇങ്ങോട്ട് ഇറങ്ങിക്കിടെ, അവക്ക് ഇന്നൊരു ആങ്ങളെ പ്രേമം, മണവാട്ടി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ കൊച്ച് കൈ കുടഞ്ഞങ്ങ് പിടിക്കാം. എന്റെ പൊന്ന് ഞാൻ എങ്ങും പോവില്ലേ, അയ്യോ ആവോ എന്നെ കൊല്ലാൻ വരുവാടേന്ന് പറഞ്ഞൊരു നിലവിളി അങ്ങ് കിട്ടും.
എന്താ ചെയ്യണം? നാട്ടുകാരോട് ഇന്ന് എന്താന്ന് ചോദിച്ചു. ആ കൊച്ചു വലിയ വാരി തല വിളിക്കുക. അടുത്തിരിക്കണത് ഓർമ്മ കൊച്ചു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞു. അപ്പൊ ഈ മണവാട്ടി ഇത് കണ്ടേച്ചു വെച്ച്, ഇത് എന്നെ ഈ കാട്ടണേ, ഇത് എന്ത് കുഴപ്പം ഉണ്ടാക്കണേ? ഈ ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞാൽ ഒരു വണ്ടിയെ കയറിയേ പോകാവുള്ളൂ എന്ന് എവിടെയെങ്കിലും നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ആ കൊച്ചവിടെ ഇരുന്നെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. നമ്മൾ കുറച്ചുകൂടി ലിബറലായിട്ട് ചിന്തിക്കണ്ടേ? ഇത് ഇത്രയും പുരോഗമിച്ച കാലമല്ലേ? ചേട്ടായി എന്താ പറയണെന്ന് ചോദിച്ചു. മണവാളൻ അങ്ങ് പുളകം കൊണ്ടുപോയി. എന്റെ അമ്മോ, ഇത്രയും പുരോഗമന ചിന്താഗതിക്കാരിയ ഒരു ഭാര്യ എനിക്ക് കിട്ടി. അല്ലയോ, ഇതിൽ കൊള്ളന്നെ വേണ്ടേ? ഇത്രയും ലിബറൽ ആയിട്ടൊരു പെൺകുട്ടി. നീ പറഞ്ഞതാടി ശരി എന്ന് പറഞ്ഞു. കെട്ടിയ അന്ന് ചെറുക്കൻ പറഞ്ഞ വാക്കെന്താ? നീ പറഞ്ഞതാണ് ശരി. അന്ന് അവന്റെ ശവക്കുഴി അവൻ വെട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞതിന് പൾസ് മനസ്സിലായില്ല. മിക്കവാറും ആണുങ്ങൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഒരു ഡയലോഗാണ്, നീ പറഞ്ഞതാടി ശരി. സ്വന്തം ശവക്കുഴി തോണ്ടുന്ന മൂഢൻ. ഒന്നൊന്നല്ല, ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട്. ചിരിക്കണത് ഇവിടുന്ന ആമേ. എന്താ വെച്ചാൽ ഗിയറും സ്റ്റിയറിംഗും ഒക്കെ ഇവരുടെ കയ്യില. സ്തോത്രം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ മണവാളം പറഞ്ഞു, നീ പറഞ്ഞതാ ശരി, ഒരു കുഴപ്പമില്ല, നീ വേറെ വണ്ടി കയറിക്കളം പറഞ്ഞു. അവളെ പുറകിൽ കിടന്ന കാറിലോട്ട് കയറി. എല്ലാ കാറും പുറപ്പെട്ടു. ഈ പള്ളിയിൽ നിന്ന് ഒരു 45 മിനിറ്റ് ഓട്ടം ഉണ്ട്. നല്ല റോഡല്ലേ, നല്ല റോഡല്ലേ. ഞാൻ ഇതുവഴിയാ വന്നേ. എങ്ങോട്ട് പോയാലും നല്ല റോഡാ. ഇവിടെ ഗവൺമെന്റ് ഉണ്ടോ എനിക്കറിയില്ല, പോട്ടെ. നല്ല റോഡാ. ഈ റോഡ് വഴി നിരങ്ങി മുങ്ങി കയറി വണ്ടിയൊക്കെ പോയി 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 45 മിനിറ്റ് കൊണ്ട് മണവാളം കയറിയ വണ്ടി ഒരു വിധത്തിൽ മുറ്റത്തെത്തി. നല്ല വീടൊക്കെയാ. പുറകെ ഒരു 10-12 വണ്ടി വന്നു. അപ്പൊ നമുക്ക് മണവാട്ട് കയറിയ വണ്ടി വന്നില്ല. അപ്പൊ അതെന്തായിരിക്കും? അപ്പൊ ആര് പറഞ്ഞു, ഈ പോന വഴിക്ക് ഒരു 10-100 കുരിശുണ്ട്. എല്ലാ കുരിശിങ്ങും വഴിപാട് ഇടാൻ നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ചിലർക്ക് ശീലമുണ്ട്. ഉറുമ്പ് പോണ പോലെ ചിലർ വണ്ടി പോവുക. കല്യാണത്തിനാകുമ്പോൾ പ്രത്യേകിച്ച് താമസിക്കണതായിരിക്കും, സാരമില്ല. 10-20 മിനിറ്റായിട്ട് വരണില്ല. അപ്പൊ ആരോ പറഞ്ഞു, അല്ല ടയറും പഞ്ചറായി കാണും. 1 മണിക്കൂറോളായി എന്നിട്ടും വരണില്ല. അപ്പൊ ആരോ പറഞ്ഞു, 4 ടയറും പഞ്ചറായി കാണും. 4 ഉള്ളൂ, ഇനി വേറെ ടയർ ഇല്ലല്ലോ. എന്നിട്ടും കാണണില്ല. അപ്പൊ ആകെ ടെൻഷനായി. ഈ ടെൻഷൻ കയറി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇതെന്തായാലും തപ്പിയിട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചുപോയി. ഈ പള്ളി വരെ അവർ വന്നു. വന്ന വഴി എല്ലാം പോയി നോക്കി. ഇപ്പൊ കുന്തം പോയ കുടത്തിലും തപ്പണം എന്ന് നമ്മുടെ നാട്ടിൽ ചൊല്ലുന്നത്. കുളത്തിൽ വരെ തപ്പി. ഒരിടത്തും ഈ സാധനമില്ല. വണ്ടിയില്ല, പെണ്ണുമില്ല. സാധനം പോയി. എന്താ ചെയ്യണേ? ആകെ ടെൻഷനായി. ചെറുക്കൻ ആകെ ടെൻഷൻ, ചെറുക്കന്റെ അപ്പന് ടെൻഷൻ, അമ്മയ്ക്ക് ടെൻഷൻ, പെണ്ണിന്റെ അപ്പനും അമ്മയും കിടന്നു വെല്ലുവായി നിലവിളി. ആങ്ങളമാര് തേരാപ്പാര തെക്ക് മടക്ക് ഓടണം. അയ്യോ, ഇത് എവിടെയാ പോയത്? അവസാനം പറഞ്ഞത് വിട്ടാ പറ്റില്ല, പോലീസ് പറയണം. കുറുപ്പുംപടി പോലീസിൽ വിവരം കൊടുത്തു. ആ പോലീസ് ഉടനെ തന്നെ എല്ലാ സ്ഥലത്തേക്കും വിവരം കൊടുത്തു. കേരള പോലീസ് തൽക്ഷണം അവരുടെ വജ്രായുധം എടുത്ത് പ്രയോഗിച്ചു. ക്ഷമിക്കണം, പോലീസുകാർ വന്നിട്ടുണ്ട്. കേരള പോലീസിന്റെ ഏറ്റവും ശക്തിയുള്ള ആയുധം എന്നാണെന്നറിയോ? വല. പോലീസ് വല വിരിച്ചു എന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ഇന്ന് വരെ ഒരു പൊടിമീൻ പോലും അതിനകത്ത് കയറിയിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ആമേൻ. ദൈവമക്കളെ, പോലീസ് വലവരിച്ചു. ഭയങ്കരമായിട്ട് അന്വേഷണം നടക്കുക. മണവാളന്റെ ഗ്രൂപ്പ്, അവരുടെ ഇന്റലിജൻസ് ബ്യൂറോ, അങ്ങനെ മണവാട്ടിയുടെ വീട്ടിൽ നിന്ന് വേറൊരു ബ്യൂറോ, അങ്ങനെ എത്തിപ്പിടിച്ച അന്വേഷണ. സന്ധ്യയായി, ഇരുട്ടായി. മണവാളനാണെങ്കിൽ ഒരിടത്ത് ഇരിപ്പ, അവശനായി. നീ പറഞ്ഞതാടി ശരി. ഇത് അനുഭവിക്കുള്ളൂ. അവൻ ഒരു സ്ഥലത്ത് സമാധിയായിട്ട് ഇരിപ്പായി. അമ്മ കരഞ്ഞുകൊണ്ട് കിടക്കണു, അപ്പം വേറൊരു സ്ഥലത്ത് കിടക്കണു. ആകെ ടെൻഷൻ, മൊത്തം പ്രശ്നം. 8 മണിയായി, 9 മണിയായി, എല്ലാ മൊബൈൽ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയാ. വല്ല വിവരവും ഒരു വിവരവും ഇല്ല. സോറി എന്ന് മാത്രം ആൻസർ. അവസാനം രാത്രി 11:45 മണിയായപ്പോ പോലീസിന്റെ വലയെ തന്നെ ഈ സാധനം കുടുങ്ങി. അത്ര മോശമൊന്നല്ല നമ്മുടെ പോലീസിന്റെ വലയെ തന്നെ അത് കുടുങ്ങി. ദൈവമക്കളെ, എറണാകുളം പട്ടണത്തിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിലെ ഒരു പ്രത്യേക മുറിയിൽ അവളെ കണ്ടു. കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു, പഴയ കാമുകൻ. എന്തായാലും ഇത് ആദ്യ രാത്രി അല്ല എന്നുള്ളത് ഉറപ്പ്. തിരിഞ്ഞില്ല അല്ലേ? ഞാൻ വിട്ടു. പോലീസ് തൊണ്ടി സഹിതം പിടിച്ചു. 2 എണ്ണത്തെയും കൊണ്ടുവന്ന് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ നിർത്തി. മണവാളനെയും മണവാളന്റെ ആൾക്കാരെയും മണവാട്ടിയുടെ ആൾക്കാരെയും ഒക്കെ വിളിച്ചു. പരാതിയുള്ളവരൊക്കെ വരട്ടെ. നിങ്ങൾ ചോദിച്ച സാധനം കൂടുതൽ ചെറുക്കനെ കിട്ടിയെന്ന് പറഞ്ഞു. ഇതിങ്ങനെ നിൽക്കുക. ഇനി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കുറിക്ക് എഴുതി വെച്ചോണം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പന്റെ മോനാണ് ഈ പെണ്ണ് കെട്ടിയ ചെറുക്കനെങ്കിൽ, അപ്പ നീ പറയുവോ? മോനെ നോക്കടാ, ഇന്ന് സഭാമധ്യേ സമൂഹമധ്യേ മുഴുവൻ നാട്ടുകാരും കണ്ടു നിൽക്കേ, എന്റെ മോൻ കഴുത്തിൽ മിന്നു കെട്ടിയ നിന്റെ മണവാട്ടിയാണ് എന്റെ മരുമോള്. ഒരു തെറ്റൊക്കെ ആർക്കും പറ്റൂടാ, ഇഞ്ഞോട് കൂട്ടിക്കോ. ഇത് പറയണ ഏതെങ്കിലും ഒരു അപ്പം വന്നിട്ടുണ്ടെങ്കിൽ കൈ നോക്കട്ടെ. വന്നിട്ടില്ല. അപ്പനെ വിട്ടു. അമ്മ, മോനെ, ഞാൻ ഈ പെണ്ണിനെ എന്റെ മരുമോളായിട്ട് മനസ്സിൽ കുറിച്ചു പോയി. കാണാൻ നല്ല അഴകല്ലേ, സാരമില്ലടാ,
നീ ഇന്ന് കെട്ടിയതല്ലേ, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും, ഇത്രയല്ലേ സമയമായോളൂ, ഒന്നും സംഭവിച്ചോണ്ടൊന്നുണ്ടാവില്ല, നീ ഇങ്ങോട്ട് കൂട്ടി. അമ്മ ഇത് പറയണ ഒരമ്മ ഇവിടെ വന്നിട്ടുണ്ടാവുമോ? ഒരു വിരൽ നോക്കിയാൽ മതി, കൈ മൊത്തം പൊക്കണ്ട. ഇല്ല. ഒരു മണവാളൻ ഇപ്പൊ കെട്ടിയ ചെറുക്കനോട് ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. ഈ ചെറുക്കൻ പറയുമോ, എടി പെണ്ണെ, സഭാമധ്യേ സമൂഹമധ്യേ കൂദാശയിലൂടെ ഞാൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയതാ, നിസ്സാര പരിപാടിയൊന്നുമല്ല, ഒരു തെറ്റൊക്കെ പറ്റും, ഞാൻ പുറത്തു, അത് വിട്, നീ ഇഞ്ഞ് പോരെന്ന് പറയുന്ന ഒരു മണവാളനോട് ഉണ്ടാവുക? ഉണ്ടാവുക? ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അപ്പനുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അമ്മയുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മണവാളനുണ്ടെങ്കിൽ കളങ്കപ്പെട്ട മണവാട്ടിയെ മസിഹ കൊണ്ടുപോകും. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിന്റെ മരുമകൾ തെറ്റ് ചെയ്താൽ നീ സ്വീകരിക്കില്ലെങ്കിൽ, നിന്റെ ഭാര്യ തെറ്റ് ചെയ്താൽ നീ സ്വീകരിക്കില്ലെങ്കിൽ, സ്വർഗമണവാളൻ മസിഹ വിവാഹ നിശ്ചയം ചെയ്ത മണവാട്ടിയെ തങ്കപ്പെട്ടവളായിരിക്കേണ്ട നീ കളങ്കപ്പെട്ടു പോയാൽ, നീ പാപത്തിന് നിന്നെ അടിമ വെച്ചാൽ, അന്യാരാധനയ്ക്ക് പോയിപ്പോയാൽ, ഈ ദൈവത്തെ മറന്ന് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ അശുദ്ധിക്ക് നീ നിന്നെ പണയപ്പെടുത്തിയാൽ, നിന്നെ ഈ പരിശുദ്ധ മണവാളൻ കൂടെ കൊണ്ടുപോകുമെന്ന് നീ നിലച്ചു പോയെങ്കിൽ നിനക്ക് തെറ്റി. കൊണ്ടുപോകില്ല മക്കളെ, അത് വ്യാമോഹം മാത്രമായിരിക്കും. കളങ്കപ്പെട്ടവളെ കയ്യേൽക്കാൻ ഈ ലോകത്തൊരു അപ്പനോ അമ്മയോ മണവാളനോ തയ്യാറല്ലെങ്കിൽ സ്വർഗം ഒട്ടും തയ്യാറാകില്ല. വിശുദ്ധി മാത്രമാണ് സ്വർഗമണവാളൻ തേടുന്ന മാനദണ്ഡം. നീ ഒരുങ്ങിയിരിക്കുക, സൂക്ഷ്മതയോടെ ഒരുങ്ങിയിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ കീറി നിന്നോട് പറയുന്ന വാക്ക്, നീ ഒരുങ്ങിയിരിക്കുക. സാത്താൻ നിന്നിൽ ആരോപിക്കാൻ ഒരു കളങ്കവും കാണരുത്. ഇവൾ എന്റേതാ, ഇവൻ എന്റേതാ എന്ന് പറയാൻ നീ വിട്ടുകൊടുക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. പാതിവൃത്യഭംഗം വരരുത്. കളങ്കപ്പെടരുത്. നിന്നെ തന്നെ ഒരുക്കി മസിഹ മണവാളന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിപ്പീൻ. നീ ആരാണെന്ന് നീ അറിയണം. 3 ഉത്തരങ്ങൾ അച്ഛൻ പറഞ്ഞു. 1, നീ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. 2, നീ സ്വർഗീയ പിതാവിന്റെ മകനാണ്, മകളാണ്. 3, നീ സ്വർഗമണവാളന്റെ മണവാട്ടിയാണ്. യോഗ്യതപ്പെട്ട് നിന്നാണ്. ഇതൊക്കെയാണ് ഞാനെങ്കിൽ അതിനുള്ള യോഗ്യത എന്നിൽ ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ അത് ദൈവനിന്ദയാണ്. ഇപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഇനി എനിക്കുള്ള വാഗ്ദത്തം എന്താണെന്നും കൂടെ ഞാൻ പരിശോധിക്കട്ടെ. 2 വാഗ്ദത്തങ്ങൾ ഇവിടെ പറഞ്ഞു. ദൈവമക്കളെ, വീണ്ടും അപ്പോസ്തലൻ സംസാരിക്കുന്നു. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. 1-ാമത്തെ വാഗ്ദത്തം, ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഈ വാഗ്ദത്തത്തിന്റെ ആഴം നിങ്ങൾ അറിഞ്ഞോ? ഞാൻ അവരിൽ വസിക്കും. ദൈവം നമ്മളിൽ വസിച്ചാൽ, ഹല്ലേലൂയ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സംഗതിക്കും കുറവില്ല. ദൈവം നമ്മളിൽ വസിച്ചാൽ അവൻ നമ്മളെ പുലർത്തും, അവൻ നമ്മളെ നടത്തും, അവൻ നമുക്ക് ബുദ്ധി ഉപദേശിക്കും, അവൻ നമ്മുടെ ബാധ്യതകൾ ഏറ്റെടുക്കും, അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മുടെ പ്രതിസന്ധികൾ തീർക്കും, അവൻ നമ്മെ കൈപിടിച്ച് നടത്തും, അവൻ നമ്മുടെ അനുഗ്രഹമായിരിക്കും. ഇതാ, ഞാൻ നിങ്ങളിൽ വസിക്കും. ദൈവം എന്റെ ഉള്ളിൽ വസിച്ചാൽ, ഹല്ലേലൂയ, ദൈവം എന്റെ ഉള്ളിലുള്ളിടത്തോളം എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. ആമേൻ. പിന്നെ എനിക്ക് ഭാരമില്ല, രോഗമില്ല, ഭീതിയില്ല, ഭയമില്ല, അസ്വസ്ഥതയില്ല, ആകുലതയില്ല, നെടുവീർപ്പിന് വകയില്ല. എന്റെ ദൈവം എന്റെ ഉള്ളിലുണ്ട്. അവൻ എന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കും. ആമേൻ. കർത്താവ് നമ്മുടെ ഇടയിൽ നടന്നാൽ 2 പുണ്യമുണ്ട്. 1, നാം വീഴാതെ താങ്ങും. ഒരപ്പൻ തന്റെ മകന്റെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുമ്പോ കുഞ്ഞിന്റെ കാല് കല്ലിൽ തട്ടി കുഞ്ഞ് വീഴാൻ വെച്ചുപോയാൽ വീഴു. അപ്പൻ തൂക്കിയെടുത്ത് ഇങ്ങ് നിർത്തും. ആമേൻ. പിള്ളേരെ കൈപിടിച്ച് നടന്ന അപ്പന്മാർക്കും കയ്യെ പിടിച്ച് നടന്ന പിള്ളേർക്കും ഇതറിയാം. ഇവിടെ ഇരിക്കണവർക്ക് അതറിയാൻ ബുദ്ധിമുട്ടാ. ആയ കാലത്ത് അപ്പം മക്കളെ തൊട്ടിട്ടുമില്ല, മക്കൾ അപ്പന്റെ കയ്യിൽ പിടി കൊടുത്തിട്ടുമില്ല. ഇപ്പൊ എല്ലാരും കൈപ്പുനീരും കണ്ണീരും കുടിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൻ കൈപിടിച്ച് നടത്തുന്ന മകൻ
തെന്നിപ്പോയാൽ അപ്പൻ തൂക്കിയെടുത്ത് ഇവിടെ നിർത്തും, വീഴാൻ വിടില്ല. സ്വർഗത്തിൽ ദൈവം കൂടെ നടന്നാൽ അവൻ നിന്നെ വീഴാതെ താങ്ങും. നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും നിന്റെ പ്രാണന് മരണത്തിൽ നിന്നും അവൻ വിടുവിക്കുമെന്നല്ലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 116. പിന്നെ വായിച്ചാൽ മതി, ഇപ്പൊ വേണ്ട, സമയമില്ല. ദൈവമക്കളെ കേൾക്കുക. അപ്പോ അവൻ കൈപിടിച്ച് നടത്തും. കൂടെ നടന്നാൽ ഒന്നാമത്തെ പുണ്യം, അവൻ കൈപിടിച്ചു നടത്തും, വീഴാതെ താകും. കൂടെ നടന്ന വേറെ ഒരു പുണ്യമുണ്ട്. കർത്താവ് കൂടെ നടന്നാൽ നമ്മൾക്ക് പാപം ചെയ്യാനിട വരില്ല. സ്തോത്രം. കർത്താവ് കൂടെ നടന്നാൽ ഷാപ്പിന്റെ മുമ്പിൽ ചെല്ലുമ്പോ കർത്താവ് ഇവിടെ നിൽക്കട്ടോ, ഞാൻ ഇത്തിരി കുടിച്ചിട്ട് വരാന്ന് ആരും പറയില്ല. സാധ്യത വളരെ കുറവാണ്. അത്രയ്ക്ക് രസികന്മാരൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതെന്തിനാ അത് പറയുന്നത്? ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ ഭാര്യയും, ഭാര്യ കൂടെയുണ്ടെങ്കിൽ ഭർത്താവും തന്നെ സൂക്ഷിക്കുമല്ലോ. പിന്നെ കർത്താവ് കൂടെയുണ്ടെങ്കിലത്തെ കഥ പറയണോ? അതിന് ഞാൻ ഉദാഹരണം പറയും. ഈ ഉദാഹരണമാണ് മറക്കാതിരിക്കാനുള്ള കാരണം. ദുർനടപ്പുകാരിയായ ഒരു ഭാര്യയും ദുർനടപ്പുകാരനായ ഒരു ഭർത്താവും കൂടെ ഒരുമിച്ച് നടന്നു പോവുക. ഭാര്യയ്ക്ക് ദുർനടപ്പുണ്ടെന്ന് ഭർത്താവിന് അറിയില്ല, ഭർത്താവിന് ദുർനടപ്പുണ്ടെന്ന് ഭാര്യയ്ക്കും അറിയില്ല. ഈ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് നിങ്ങൾക്ക് ഏകദേശം പിടിയുണ്ടാവും. രണ്ടുപേരും കൂടെ നടന്നു പോവുക റോഡെ. ഇങ്ങനെ പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. ഈ പെണ്ണിന്റെ ഇഷ്ടക്കാരൻ വരിക, അടുത്തെത്തുമ്പോ അവൻ ചിരിക്കും. അപ്പൊ ഇവിടെ ചിരിക്കാണ്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ചിരിച്ചു കഴിഞ്ഞാൽ കെട്ടിയും ചോദിക്കും, അത് ആരാടിയും ചോദിക്കും. അയ്യോ, പിന്നെ സമാധാനം പറയണേ എങ്ങനെയാ? ചേട്ടായി വീട്ടിലില്ലാത്തപ്പോ ചേട്ടായി എന്ന് പറഞ്ഞാ പിന്നെ ഇടി അണി പിടിച്ചാൽ മതി. പറയാൻ പറ്റുമോ? ഈ പെണ്ണ് എന്ത് ചെയ്തെന്നറിയാമോ? നിലത്തേക്ക് നോക്കി നെല്ല് ചിക്കാൻ തുടങ്ങി. ടാറിട്ട റോട്ടിൽ നെല്ല് ചിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇനി ചിത്രം വരച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടി വരും. നെല്ലുണ്ടോ, പുഴുങ്ങലുണ്ടോ, ചിക്കനുണ്ടോ, മേടിക്കുക, പുഴുങ്ങുക, തിന്നുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. അരിയേ. ദൈവമക്കളെ, ഈ സ്ത്രീ റോട്ടിൽ ഇങ്ങനെ നെല്ല് ചിക്കാൻ തുടങ്ങി. കെട്ടിയും ചോദിച്ചാൽ എന്നാടി? ഞാൻ നെല്ല് ചിക്കാൻ പഠിക്കാന്ന് പറഞ്ഞു. ഈ ടാറിട്ട റോട്ടിലെ നെല്ല് ചിക്കാൻ പഠിക്കണേ? അതെ, ഞാൻ ഈ നെല്ല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, നാളെ നെല്ല് പുഴുങ്ങണത് ഞാൻ മറന്നു, ഇപ്പോഴല്ലേ ഓർത്ത് നെല്ല് ചിക്കാൻ മറന്നുപോയി. ഞാൻ ചിക്കി പഠിക്കാന്ന് പറഞ്ഞു. ഇവള് റോട്ടിൽ കൂടെ ചിക്കി, ഇവിടെ ചിക്കി കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം കടന്നുപോയി. രക്ഷപ്പെട്ടു കർത്താവേ. ഭർത്താവ് കൂടെ ഉള്ളപ്പോ ഭാര്യ സ്വയം സൂക്ഷിക്കും, കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് പോയപ്പോ അതേ വരുന്നു ഈ ഭർത്താവിന്റെ ഇഷ്ടക്കാരി. കുഴഞ്ഞോ? ഇവള് വരുമ്പോ വെളുക്ക ചിരിക്കും. അതാണെങ്കിൽ ആരുടെ മെത്തക്ക് കയറണ സൈസൊരു സാധനം. അപ്പൊ ഇതിന് ചിരിച്ചു കാണിക്കാണ്ടിരുന്ന ആകെ പ്രശ്നം. അപ്പൊ ഭാര്യ ചോദിക്കുക, അത് ആരാ മനുഷ്യ? പിന്നെ പ്രശ്നമായോ? പിന്നെ ഭൂലോക പ്രശ്നമായോ? ഭർത്താവ് ഉടനെ തെക്കോട്ട് തിരിഞ്ഞ് കായ്ക്കാത്ത പ്ലാവേല് ചക്ക എണ്ണിക്കൊണ്ട് ഇങ്ങനെ നടക്കുക, ആകാശത്തേക്ക് നോക്കി. ഭാര്യ ചോദിച്ചാൽ വെച്ചാൽ മോളോട്ട് നോക്കിയിടണേ. അതെ, ഞാൻ ഈ പ്ലാവിൽ എത്ര ചക്ക ഉണ്ടെന്ന് ഇങ്ങനെ നോക്കുവായിരുന്നു. ആ പ്ലാവിൽ ചക്കയൊന്നും ഇല്ല. അത് ഇല്ലല്ലോ, അതല്ലേ ഞാൻ നോക്കിയേ. ഇപ്പത്തേക്ക് സാധനം പോയി. അച്ഛൻ പറഞ്ഞ ഉപമ നിങ്ങൾക്ക് മനസ്സിലായോ? ഭാര്യ കൂടെയുള്ളപ്പോൾ ഭർത്താവും, ഭർത്താവ് കൂടെയുള്ളപ്പോൾ ഭാര്യയും തന്നെ സൂക്ഷിക്കുമെങ്കിൽ കർത്താവ് കൂടെയുള്ളപ്പോൾ പാപം ചെയ്യാൻ സാധ്യതകളില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം 1, ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും. മാത്രമല്ല, ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമായിരിക്കും. ദൈവം, അവൻ നമ്മുടെ രാജാവ്, നമ്മൾ അവന്റെ പ്രജ. ഇതിൽ പരം എന്ത് ആനന്ദം വേണം? പക്ഷേ അതിന്റെ പിന്നിൽ കുറെ രഹസ്യങ്ങളുണ്ട്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് വിശുദ്ധിയിൽ നമ്മെ തന്നെ ഒരുക്കി നിർത്തിയാൽ വാഗ്ദത്തം പാലിക്കും. ഇല്ലെങ്കിൽ പോക്ക. ദൈവം നമ്മളിൽ വസിക്കണം, ദൈവം നമ്മുടെ ഇടയിൽ നടക്കണം, നാം നമ്മളെ തന്നെ ഒരുക്കണം. ഒന്നാമത്തെ വാഗ്ദത്തം അതാണെങ്കിൽ, രണ്ടാമത്തെ വാഗ്ദത്തം അതിന്റെ താഴെ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി. അവിശ്വാസികളുടെ നടുവിൽ നിന്ന്, അശുദ്ധരുടെ നടുവിൽ നിന്ന്, പാപികളുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ദൈവമില്ലാത്തവരുടെ നടുവിൽ നിന്ന്, അന്യാരാധനക്കാരുടെ നടുവിൽ നിന്ന്, ദൈവനിഷേധികളുടെ നടുവിൽ നിന്ന്, പാപമ്ലേച്ഛതകൾക്ക് ജീവിതം പണയപ്പെടുത്തിയ പാപികളുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്, അശുദ്ധമായത് ഒന്നും തൊടരുത്. കൽപ്പന. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നീ തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പിതാവും, ഞാൻ നിങ്ങൾക്ക് പിതാവും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഹല്ലേലൂയ. അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പീൻ.
അശുദ്ധമായത് യാതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. വലിയ വാഗ്ദത്തം. ദൈവം നമ്മുടെ അപ്പനായിരിക്കാമെന്ന്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ അപ്പനായിരുന്നാൽ, നാം അവന്റെ മക്കളായിരുന്നാൽ പിന്നത്തെ ഭാഗ്യം എന്താ പ്രിയപ്പെട്ടവരെ? പിന്നെ മഹാഭാഗ്യമാണ്. പിന്നെ മഹാഭാഗ്യമാണ്. ദൈവം അപ്പനാണെങ്കിൽ മക്കൾക്ക് മുട്ടില്ല. ഞാൻ ദൈവ പൈതലാണെങ്കിൽ എനിക്കൊന്നിനും മുട്ടില്ല. അപ്പന്റെ അനുഗ്രഹം ആർക്കുള്ളതാ? മക്കൾക്കുള്ളതാ. മക്കൾക്ക് മാത്രമുള്ളതാണ്. ഏതെങ്കിലും അപ്പൻ സ്വത്ത് പങ്കിടുമ്പോ അയൽക്കുത്തി വീട്ടിലെ കൊച്ചിനും 1/2 ഏക്കർ കൊടുത്തേക്കാന്ന് പറയോ? നീ ഇപ്പൊ അപ്പൻ അങ്ങനെ കൊടുക്കണം തോന്നിയാൽ മക്കൾ സമ്മതിക്കില്ലോ? അപ്പൻ അങ്ങനെ കൊടുക്കണം തോന്നിയാൽ വേറെ കാര്യം ഉണ്ടാവും. അത് വിട്ടു. അപ്പന്റെ അനുഗ്രഹം മക്കൾക്ക് മാത്രമുള്ളതല്ലോ എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്. അടിവരയിട്ട് വെച്ചോണം. അപ്പന്റെ അനുഗ്രഹം മക്കൾക്ക് മാത്രമുള്ളതാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്. ഹല്ലേലൂയ. ഒരു മാസം മുമ്പ് ഒരു ദിവസം രാവിലെ എന്റെ മകൻ എഴുന്നേറ്റ് വന്ന് എന്നോട് പറഞ്ഞു, അച്ചാച്ചാ എനിക്കൊരു 200 രൂപ വേണം. എന്തിനാ? ഒരു പുസ്തകം വാങ്ങാനാ. ഓ, കൊടുത്തു. കാരണം ഞാൻ അവന്റെ അപ്പനാണ്, അവൻ എന്റെ മോനാണ്. ഈ കൊച്ചു രാവിലെ എഴുന്നേറ്റ് കണ്ണും തിരുമ്മി അയലത്തെ വീട്ടിലോട്ട് ചെന്നപ്പോ അവിടുത്തെ ചേട്ടൻ പത്രം പിടിച്ച് ഒരു കയ്യിൽ കട്ടൻ ചായ, മറ്റേ കയ്യിൽ കട്ടൻ പീടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തേ? അല്ല ചേട്ടാ, എനിക്കൊരു 200 രൂപ കിട്ടിയാ കൊള്ളായിരുന്നു. അതെന്തിനാണ്? ഒരു പുസ്തകം വാങ്ങാനാണ്. ഈ മനുഷ്യൻ എന്താ പറയാന്നറിയോ? മോനൊരു കാര്യം ചെയ്യ, നീ പോയിട്ട് നിന്റെ അപ്പനോട് ചോദിക്കാൻ പറയും. കറക്റ്റ്. തലയാരുടെയും കുലുക്കിയില്ല. കൊടുക്കുക. നിങ്ങളാണെങ്കിൽ കൊടുക്കുക. അയൽക്കത്തെ വീട്ടിലെ കൊച്ചു രാവിലെ വന്ന് ചോദിച്ചല്ലേ, കൊടുത്തേക്കെന്ന് വിചാരിക്കുമോ? മണ്ടണില്ല, കൊടുക്കില്ല. പ്രിയപ്പെട്ടവര്, നീ പോയി നിന്റെ അപ്പനോട് ചോദിക്കാൻ പറയും. ഉറപ്പ്. ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാര് അനുഗ്രഹം ചോദിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോ ദൈവം പറയണത് ഇതേ ഡയലോഗാ. എന്താണെന്നറിയോ? നീ ഒരു കാര്യം ചെയ്യ, നീ പോയിട്ട് നിന്റെ അപ്പനോട് ചോദിക്കാൻ പറയും. ഈ പ്രാർത്ഥിക്കാൻ വന്ന കക്ഷിയോട് ഞെട്ടിപ്പോവും. അതാരിനി? നിങ്ങളും ഞെട്ടി. ദൈവമക്കളെ, അങ്ങനെ ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടി. ദൈവസന്നിധിയിൽ നിന്ന് ചോദിച്ചാൽ ഉത്തരല്ല, ഇങ്ങനെ നീ പോയി നിന്റെ അപ്പനോട് ചോദിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ അന്വേഷിക്കുന്നത്. ഞാൻ ആദ്യം ഒരു വാക്യം ഉച്ചരിച്ചായിരുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അത് പുല്ലിംഗ പ്രയോഗം. പാപം ചെയ്യുന്നവൾ പിശാചിന്റെ മകളാകുന്നു എന്നും കൂടെ അതിന് പരിഭാഷയുണ്ട്. അപ്പൊ പാപിയുടെ അപ്പന്റെ പേരെന്താ? പറയാൻ വിഷമമുണ്ടാവും. പാപിയുടെ അപ്പന്റെ പേരെന്താ? പിശാച്. സ്തോത്രം. വിഷമമുണ്ടാവും. ദൈവമക്കളെ, മദ്യപാനം പാപമാണെങ്കിൽ, മദ്യപാനി പാപിയാണെങ്കിൽ മദ്യപാനിയുടെ അപ്പൻ വചനപ്രകാരം പിശാചാണ്. പുകവലി പാപമാണെങ്കിൽ, പുകവലിക്കുന്നവൻ പാപിയാണെങ്കിൽ പുകവലിക്കാരന്റെ അപ്പൻ വചനപ്രകാരം പിശാചാണ്. വ്യഭിചാരം പാപമാണെങ്കിൽ, വ്യഭിചാരി പാപിയാണെങ്കിൽ വചനപ്രകാരം വ്യഭിചാരിയുടെ അപ്പൻ പിശാചാണ്. തർക്കം വേണ്ട. ദ്രവ്യാഗ്രഹം പാപമാണെങ്കിൽ, ദ്രവ്യാഗ്രഹി പാപിയാണെങ്കിൽ ദ്രവ്യാഗ്രഹിയുടെ അപ്പൻ വചനപ്രകാരം പിശാചാണ്. ലോകത്ത് വഴക്കും വക്കാണവും അസൂയയും നികളവും ജഡത്തിന്റെ പ്രവർത്തികളും പാപമാണെങ്കിൽ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതിന്റെ മർമ്മം പൊരുളായി തിരിച്ചാൽ പാപിയുടെ അപ്പൻ പിശാചാണ്. പിശാചിന്റെ മക്കൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. ഇപ്പോൾ നീ നിന്നോട് ചോദിക്കുക, നിന്റെ അപ്പൻ ആരാണ്? നീ മദ്യപാനിയാണെങ്കിൽ, പുകവലിക്കാരനാണെങ്കിൽ, പൊടിവലിക്കാരനാണെങ്കിൽ, വ്യഭിചാരിയാണെങ്കിൽ, മയക്കുമരുന്ന് ശീലിച്ചിട്ടുള്ള ആളാണെങ്കിൽ, ഹാൻസും പാൻപരാഗും നിന്റെ പോക്കറ്റിൽ പാക്കറ്റ് കണക്കിൽ ഉണ്ടെങ്കിൽ
വൈരാഗ്യവും വിദ്വേഷവും പകയും നിന്റെ ഉള്ളിൽ കുമിഞ്ഞു കൂടുകയാണെങ്കിൽ, അമ്മാവിയമ്മയും മരുമകളും നിരന്തരം യുദ്ധത്തിലാണെങ്കിൽ, ഭർത്താവും ഭാര്യയും പോരടിച്ച് ഡൈവോഴ്സിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ, മക്കളെ മാതാപിതാക്കളെ വെറുപ്പിച്ച് നിങ്ങൾ താന്തോന്നികളായി നടക്കുകയാണെങ്കിൽ, ദൈവമക്കളെ ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ആരാണ് നിന്റെ അപ്പൻ? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. ഈ പാവി അപ്പൻ പിശാചായിരിക്കുന്നിടത്തോളം ദൈവത്തോട് അനുഗ്രഹം ചോദിക്കേണ്ട, കിട്ടില്ല. ഇവിടെ ഒരുപാട് പേർക്ക് പരാതിയുണ്ട്. അയ്യോ, ഞാൻ ഈ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് എന്തേ ദൈവം മിണ്ടാത്തത്? ഉത്തരം വളരെ കറക്റ്റാണ്. നീ ദൈവ പൈതലല്ല. അപ്പന്റെ അനുഗ്രഹം മക്കൾക്കുള്ളതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവ മക്കൾക്ക് മാത്രമുള്ളതാണ്. ഒരു പാപിക്കത് കൊടുക്കില്ല. അതുകൊണ്ടാണ് നിന്റെ ചോദ്യത്തിന് ദൈവം ഉത്തരം തരാത്തത്. നീ മദ്യപാനം നിർത്താതെ, നീ പുകവലി നിർത്താതെ, നീ വ്യഭിചാരം നിർത്താതെ, നിന്റെ തോന്നിവാസം നിർത്താതെ, പിണങ്ങിയവരോട് ഇണങ്ങാതെ, ഭർത്താവിനോടും ഭർത്തൃ വീട്ടുകാരോടുമുള്ള നിന്റെ വൈരാഗ്യത്തിന് അറുതി വരാതെ, ഭാര്യയോടും ഭാര്യ വീട്ടുകാരോടുമുള്ള നിന്റെ വൈരാഗ്യത്തിന് അറുതി വരാതെ, നീ പരസ്പരം മത്സരിച്ചും പോരടിച്ചും പിണങ്ങിയും കഴിയുന്നവരോട് ഇണങ്ങാതെ, നീ ദൈവം മുമ്പാകെ അനുഗ്രഹം പ്രാപിക്കാൻ എന്തുകൊണ്ട് വന്ന് വഴിപാട് വെച്ചാലും കർത്താവ് പൊട്ടനല്ല, അവൻ മിണ്ടില്ല. ശക്തമായ വാക്ക്. അപ്പന്റെ അനുഗ്രഹം മക്കൾക്കുള്ളതാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ, മകളാണെങ്കിൽ, നിന്റെ ജീവിതത്തിലെ ഏത് സംഗതിക്കും ഈ ദൈവം ഉത്തരം തരും. ചോദിക്കുമ്പോ തന്നെ അല്ല, ചോദിക്കും മുമ്പ്. ദൈവ പൈതലല്ലാത്തിടത്തോളം, കളങ്കം നിന്നിൽ കിടക്കുന്നിടത്തോളം, നീ അയോഗ്യതപ്പെട്ടിരിക്കുവോളം നീ കരയും. ദൈവം നിന്നെ മൈൻഡ് ചെയ്യില്ല. കുഴപ്പം നിന്റേതാണ്. പലരും പറയാറുണ്ട്, അച്ഛാ ഈ വീടിന്റെ സ്ഥാനം ശരിയല്ല, വീടിന്റെ ഇരിപ്പ് ശരിയല്ല, പ്ലാൻ തെറ്റിപ്പോയി, ഈ സ്ഥലത്തിന് എന്തോ കുഴപ്പമുണ്ട്, ഇവിടെ എന്തോ തകരാറുണ്ട്, സമയത്തിന്റെ ദോഷമാണ്. ദൈവമക്കളെ, ഇതൊന്നുമല്ല, ദോഷം നിന്റേതാണ്. ആമേൻ. നിന്റേത് മാത്രം. സ്ഥലത്തിന് കുഴപ്പമില്ല, സ്ഥാനത്തിന് കുഴപ്പമില്ല, വീടിന്റെ പ്ലാനിന് കുഴപ്പമില്ല, ഇരിപ്പിന് കുഴപ്പമില്ല, സമയത്തിനും കുഴപ്പമില്ല. നിന്റെ കുഴപ്പം അതാ നിന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പിന്നിൽ. നീ അത് തിരിച്ചറിയാതെ ഈ ദൈവത്തെ വെല്ലുവിളിക്കുന്നത് ഇന്ന് രാത്രി മതിയാക്ക്. നീ ഇന്ന് വരെ മാനസാന്തരപ്പെട്ടിട്ടില്ലല്ലോ. ഇന്നലെ ഒരു അമ്മച്ചി പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിച്ചു, അച്ഛാ എന്റെ ഒറ്റ പുത്രൻ, അവൻ ജോലിക്കാരനാ, അവൻ പെൻഷൻ പറ്റുക, അടുത്ത ഞായറാഴ്ച പെൻഷൻ പറ്റലിന്റെ ഫംഗ്ഷൻ വീട്ടിൽ വെച്ച് നടത്തുക, കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഒരു വീട് പുതുക്കി പണിതത്, അന്ന് രാവിലെ കൂതാശ ചെയ്ത് അച്ഛനെ കൊണ്ടുവന്ന് കുരിശ് വരപ്പിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് കൂട്ടുകാരെ കൂട്ടി ഈ വീട്ടിൽ വെച്ച് മദ്യം വിളമ്പാന്റെ അവന്റെ പ്ലാൻ. അച്ഛൻ ഞാൻ എന്ത് ചെയ്യും? രാവിലെ അച്ഛൻ കൂതാശ ചെയ്തു, ഉച്ച കഴിഞ്ഞ് കൂട്ടുകാരോടുകൂടി മദ്യം കുടിച്ച് ഇതിനെ മദ്യശാലയാക്കി മാറ്റും. ഞാൻ എന്ത് ചെയ്യണം അച്ഛൻ? അച്ഛൻ പറ. ഒരമ്മ. ഞാൻ അമ്മയോട് പറഞ്ഞു, മോന്റെ ആഘോഷം നടന്നേ പറ്റുള്ളൂ, ആ അടിയന്തിരം കഴിഞ്ഞിട്ട് വീട് കൂതാശ ചെയ്താൽ മതി. അങ്ങനെ തന്നെ പറഞ്ഞു. അടിയന്തരം കഴിഞ്ഞിട്ട് വീട് കൂതാശ ചെയ്താൽ മതി. നീ ദൈവത്തെ പരിഹസിക്കരുത്, അതിനൊരു അറുതി വേണം. മുമ്പ് അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും ദൈവം ചെയ്ത കൃപയാൽ വീട് പണിതിട്ട് ആ വീട് കൂതാശ ചെയ്ത് അച്ഛനെ ഇറക്കി വിട്ടിട്ട് അപ്പോ തുടങ്ങും മദ്യം വിളമ്പാൻ. ആയുസിൽ ആ വീട്ടിൽ സമാധാനം നീ അനുഭവിക്കില്ല. അത് നിന്റെ കുറ്റമാ. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ കണിയാൻ വിളിക്കാൻ പോകും. വീടിന്റെ ദോഷാണോ, സ്ഥാനത്തിന്റെ കുഴപ്പമാണോ, അല്ല ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ദോഷമാണോ, ഈ പറമ്പിന്റെ കുഴപ്പമാണോ, ഇവിടെ എന്തെങ്കിലും ദോഷമുണ്ടോ, വരണൂർ എന്തെങ്കിലും ദോഷം കണ്ടുപിടിക്കും. അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് നിന്റെ ആയുസ് തീരും, സമാധാനം ജന്മത്ത് കിട്ടില്ല. കുറ്റം നിന്റേതാണ്. നീ മാനസാന്തരപ്പെട്ടാൽ ഈ എല്ലാ പ്രശ്നവും തീരും. മാനസാന്തരപ്പെടാത്തിടത്തോളം നിന്റെ കാശ് ഒരുപാട് പേര് കൊണ്ടുപോയി തിന്നും, നിന്റെ പ്രശ്നം തീരില്ല. തെറ്റ് നിന്റേതാണ്. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ ഹല്ലേലൂയ, അനുഗ്രഹം നിനക്കുള്ളതാണ്. അല്ലാത്തിടത്തോളം ഇത് കിട്ടില്ല. നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താതെ, നീ നിന്റെ പാപത്തോട് വിട പറയാതെ, നീ നിന്റെ രഹസ്യ അജണ്ടകൾ ഉപേക്ഷിക്കാതെ, നീ നിന്റെ ദൈവത്തോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കാതെ, നിന്റെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കാതെ, ഈ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം വാങ്ങാമെന്ന് വ്യാമോഹിച്ചു വന്നെങ്കിൽ തെറ്റിപ്പോയി. കിട്ടില്ല. ദൈവം ഒരു പൊട്ടനല്ല. തിരുത്തപ്പെടട്ടെ മക്കളെ. ദൈവം അത് തരാൻ സന്നദ്ധനാ. കർത്താവ് പറഞ്ഞു, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പിൻ, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്
ഞാൻ നിങ്ങൾക്ക് ആ പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. എങ്ങനെയുള്ളവർക്ക്? അവിശ്വാസികളിൽ നിന്ന് വേർപെട്ടിരിക്കുന്നവർക്ക്, അശുദ്ധമായതൊന്നും തൊടാത്തവർക്ക് ദൈവം അപ്പനായിരിക്കും. അവർ ദൈവത്തിന്റെ മക്കളായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനും തീരുമാനമുണ്ട്. ഇന്ന് രാത്രി ഒരുപാട് പേരുടെ ഉത്തരം മുട്ടിപ്പോയ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ദിവസം. എന്താ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? ചോദിക്കണ്ട, നിന്റെ കയ്യിരിപ്പിന്റെ ദോഷ. അയ്യോ, ഞാൻ കുടിയനും വലിയനും ഒന്നും അല്ല. നിന്റെ ഉള്ളു ശരിയല്ല. അകത്ത് നിറച്ചും വക്രതയിരിപ്പുണ്ട്. നിന്റെ ഹൃദയ നിലവാരം നല്ലതല്ല. നീ ഒരുപാട് പേരെ കുറിച്ച് വിരോധം മനസ്സിൽ വകഞ്ഞുകൊണ്ട് നടക്കുകയാ. പുറമെ നല്ല മാന്യനാണ്, നല്ല ഭക്തയാ, ഉള്ളു ശരിയല്ല. ദൈവ പൈതലേ, നിന്നിൽ പാപമുണ്ട്. പാപം നിന്നിൽ ഉള്ളിടത്തോളം പരിശുദ്ധനായ ദൈവത്തിന്റെ മകനല്ല, മകളല്ല നീ. ഉത്തരം നിനക്ക് കിട്ടില്ല. ഇന്ന് രാത്രി ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കാമോ? അപ്പോസ്തലൻ പറഞ്ഞിടത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കിക്കളഞ്ഞ് ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളാം. എന്തുകൊണ്ടെന്നാൽ നാം സ്വർഗീയ രാജാവ് പള്ളികൊള്ളുന്ന കൊട്ടാരമാണ്, ദൈവാലയമാണ്. എന്തുകൊണ്ടെന്നാൽ നാം സ്വർഗീയ പിതാവിന്റെ മകനാണ്, മകളാണ്, ദൈവമക്കളാണ്. എന്തുകൊണ്ടെന്നാൽ നാം സ്വർഗീയ മണവാളന്റെ മണവാട്ടിയാണ്. വാഗ്ദത്തം, അവൻ നമ്മിൽ വസിക്കും, നമ്മുടെ ഇടയിൽ നടക്കും, അവൻ നമുക്ക് ദൈവവും നാം അവന് ജനവുമായിരിക്കും. രണ്ടാമത്തെ വാഗ്ദത്തം, അവിശ്വാസികളിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരുന്നാൽ, അശുദ്ധമായതൊന്നും തൊടാതിരുന്നാൽ അവൻ നമ്മളെ കൈക്കൊള്ളും, അവൻ നമ്മുടെ അപ്പനും നാം അവന്റെ മക്കളുമായിരിക്കും. ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രി സകല കന്മഷവും നീക്കി സകല പാപവും വിട്ടെറിഞ്ഞ് വിശുദ്ധിയിൽ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതല്ലോ കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. നമുക്കതിനായിട്ട് ഒരുങ്ങാം.